നിങ്ങളെ കൈക്ക് പൈസ ഇഷ്ടം പോലെ 10,000 ഇപ്പൊ എണ്ണിങ്ങാണ്ട് തന്നിട്ടില്ലേ? ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാല് കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള, അതായത് 7/10/2024 ഡേറ്റ് ഉള്ളത്. അന്ന് നടന്നൊരു പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണ്. അന്ന് നടന്നൊരു പ്രോഗ്രാമിനെ കുറിച്ചിട്ട് ഒരുപാട് കിംവദന്തികൾ പറഞ്ഞു പരത്തി. ഒരുപാട് ഞങ്ങളെ സോഷ്യൽ മീഡിയ വഴിക്കും അല്ലാതെയും ഇപ്പോൾ വാട്സപ്പായിട്ടും യൂട്യൂബായിട്ടും ഫേസ്ബുക്കായിട്ടും പല രീതിക്കും ഞങ്ങൾ പിന്നെ നേരിടേണ്ടി വരുന്ന കുറേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരണം എന്നുള്ള ഒരു ആവശ്യം വന്നു. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളെ മുന്നിൽ രണ്ടുപേരും കൂടി വന്നിട്ടുള്ളത്. ഞാൻ അധികം ഇങ്ങനെ വീഡിയോസിൽ വരാറില്ല, പിന്നെ ആരിഫ് തന്നെയാണ് വരാറുള്ളത്. പക്ഷെ അത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഉൾപ്പെട്ട ഒരു കേസായതുകൊണ്ട്, കേസ് ഒന്നുമില്ല, നിങ്ങൾ പിന്നെ കുറച്ച് ആളുകൾ ഈ എന്തെങ്കിലും ഒരു പുഴുക്കുത്തുണ്ടാവുമല്ലോ, ആ പുഴുക്കുത്തുകൾ അവരുണ്ടാക്കിയ കുറച്ച് കാരണത്താൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നേരിട്ട് വന്ന് നിങ്ങളെ മുന്നിൽ കാര്യം ക്ലാരിഫിക്കേഷൻ തരേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വന്നിട്ടുള്ളത്. എന്താന്ന് വെച്ചാല് നമ്മളത് വേണ്ട വേണ്ട വേണ്ടെന്ന് വിചാരിച്ച് മാറി നിന്നാണ് ഇത്രയും മാസങ്ങൾ. പക്ഷെ ഇത് പറയിപ്പിച്ചതാണെന്ന് പറയുന്നതാണ് ഏറ്റവും ഇത് ഉത്തമം. പറയിപ്പിച്ചതാണ്, ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യിപ്പിച്ചതാണ്. നമ്മൾ വേണ്ടാന്ന് പല രീതിയിലും നമ്മൾ മാനസികമായിട്ട് വളരെയധികം പ്രയാസത്തിലായിരുന്നു. ഈ ഒരു നല്ല കാര്യം ചെയ്തതിന് ഒരുപാട് കേട്ട്, അത് പൊതുവേ ഉള്ളതാണ് അല്ലേ. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് അതിന് മുമ്പും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കഥ അങ്ങനെ. നന്മ എവിടെ ചെയ്യുന്നോ അവർക്ക് കിട്ടും, അത് ഉറപ്പാണ്. അപ്പം നമ്മളെന്ത് ചെയ്തത് എന്നുള്ളതും കൂടെ നിങ്ങളോട് പറഞ്ഞു തരാം. എങ്ങനെ ചെയ്തെന്നും അതിന് കിട്ടിയത് എന്താണെന്നും ഒക്കെ വിശദമായിട്ട് പറഞ്ഞുതരാം. പ്ലസ് ഇതിൽ നമ്മൾ സ്റ്റെപ്പ് നടന്നിട്ടുള്ള ഏരിയയിൽ അതിൻ്റെ മെയിൻ ഓണർ അവരെയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അവരെ വീഡിയോ അല്ല, ഓഡിയോ ആയിട്ട് അവരുടെ ഓഡിയോ റെക്കോർഡ് നമ്മൾ ഇതിൽ കേൾപ്പിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ ഇതെല്ലാം വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ എന്ത് തെറ്റാണ് ഇതിൽ ചെയ്തിട്ടുള്ളതെന്ന്. ഇതിന് വേണ്ടിയിട്ട് ഒരു ഗ്യാങ് തന്നെ ഉണ്ടായിട്ടുണ്ട്. മൊത്തത്തിലൊരു ഗ്യാങ് എല്ലാം കൂടെ ഒരു കൂടിയിട്ട് ഇന്നും ഞാൻ വീഡിയോ ഇന്നലെ രാത്രി വരെ, രാത്രിക്ക് ഞാൻ 11 മണിയായി ഞാൻ ഇവിടെ വീട്ടിലെത്തുമ്പോൾ. ഞാൻ എൻ്റെ ജോബ് കാര്യങ്ങളായിട്ട് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തിയ സമയത്ത് ഇവളുടെ ആകെ പിപ്പിരിയായിട്ട് ആകെ നിൽക്കണം. അപ്പം എന്താണെന്ന് വെച്ചപ്പോൾ പറഞ്ഞ്, പിന്നെ നമ്മളെ അന്ന് കൊടുക്കാനുള്ള ക്യാഷിൻ്റെ ഒരു ടീം അവരുടെ പിന്നെ വീഡിയോസിൽ എവിടെ പോയിട്ട് കമൻറ്റ് ഇട്ടിക്കണു. ആ കമൻറ്റ് ഇട്ടത് വായിച്ചിട്ട് വേറൊരു ടീം വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ എന്തിനും റിയാക്ട് ചെയ്യുന്ന ഒരാളുണ്ട്. അവൻ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഈ വീഡിയോ ചെയ്യണോ, നിങ്ങൾ ക്യാഷ് കൊടുക്കണോ എന്ന് വെച്ചിട്ട്. അതേപോലെയുള്ള പല പ്രശ്നങ്ങളുമായിട്ട് പല രീതിക്കും പല ആളുകളും പല എന്താ പറയാ ആ രീതിക്കൊക്കെ വന്നിട്ട് ദ്രോഹിക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളെന്ന് അറിയിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. ഇതിൽ ഒരുപാട് പേരില്ല, കുറച്ച് ആ ഗ്യാങ്ങിൽപ്പെട്ട ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാത്തവരൊന്നുമില്ല. ആ ഗ്യാങ്ങിൽപ്പെട്ടതില് പിന്നെ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാല് നീ ഒരുപാട് പേരെ കണ്ണീര് കുടിപ്പിച്ചല്ലേ, നീ കണ്ണീര് കുടിക്കും. ഈ ഡയലോഗും വെച്ചിട്ട് എൻ്റെ ഒരു 5-6 വീഡിയോക്ക് വന്നിട്ട് ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എത്ര പേരെ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ടോ അത്ര പേരെ എനിക്ക് കാണുന്നുണ്ട്, ആഗ്രഹമുണ്ട്. കാരണം അവർ പറയണം, എന്നോട് പറയണം എന്നെയാണ് കണ്ണീര് കുടിപ്പിച്ചത്, എന്തിൻ്റെ പേരിൽ എന്നുള്ളതും കൂടെ അറിയിക്കണം. ഇത് അല്ലാതെ ഒളിഞ്ഞു നിന്ന് മറിഞ്ഞു നിന്ന് മുഖമില്ലാതെ സ്വന്തമായിട്ട് ഒരു ഫേസും ഇല്ല, ഐഡന്റിറ്റി ഇല്ലാതെ എവിടെങ്കിലും നിന്നിട്ട് കാറി കരഞ്ഞിട്ട് നീ അവരെ കണ്ണീര് കുടിപ്പിച്ചില്ല, ഇവരെ കണ്ണീര് കുടിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നീ കണ്ണീര് കുടിക്കുന്നത്. എന്തിനു ഞാൻ കണ്ണീര് കുടിക്കുന്നത്? ഇപ്പം ഈ വീഡിയോ ഇട്ടിട്ട്, അതായത് ഇക്കാൻ്റെ പിന്നെ നമ്മളെ വീട്ടിൻ്റെ ജപ്തിനെ പറ്റിയിട്ട് വീഡിയോ ഇട്ടിട്ടും അതിലും വന്നിട്ട് പറഞ്ഞിട്ട് നീ അനുഭവിക്കോടി, അങ്ങനെ വേണടി. എന്ത് നീ ഒരുപാട് ആൾക്കാരെ കണ്ണീര് കുടിപ്പിച്ചല്ലേ, അപ്പം നീ ഈ കണ്ണീര് കുടിച്ചിട്ട് അനുഭവിക്കുന്നു. അതായത് അത് വീട് ജപ്തിയിൽ പെരുവഴിയിലൊന്നും പറഞ്ഞ് കൊടുത്തപ്പോൾ തമ്മയിൽ മാത്രം നോക്കിയിട്ട് ഇൻ്റെതാണെന്ന് വിചാരിച്ചിട്ട് സന്തോഷം കൊണ്ട് വന്ന് ഇട്ടതാണ് ആ കമൻറ്റ്. ഇതാണ് മനുഷ്യൻ്റെ ഒരു അവസ്ഥ. എന്താണ് ഈ ചെയ്യാൻ കാരണം? അവർക്ക് ഞങ്ങൾ ചെയ്തത് ഒരു നല്ല കാര്യം ചെയ്തു കൊടുത്തതാണ്. അതിനാണ് ഇപ്പം ഇങ്ങനെ വന്നിട്ട് പറയുന്നത്. ഞങ്ങൾ രണ്ടുപേരും യൂട്യൂബേഴ്സാണ്. എനിക്കൊരു ചാനലുണ്ട്, ആരിഫാക്കും ചാനലുണ്ട്. ആരിഫാൻ്റെ ചാനലിലാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത്. എൻ്റെ ചാനലിൻ്റെ പേര് സക്കപ്പ് വേൾഡ് എന്നാണ്. ആദ്യം ആ ചാനലിൻ്റെ പേര് നൂറുൽ ഈമാൻ എന്നായിരുന്നു. അതിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നത് അസ്മാഉൽ ഹുസ്ന അതുപോലുള്ള പിന്നെ ഇതൊക്കെ ആയിരുന്നു ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അതുകൊണ്ട് ഞാൻ വിട്ടു നിന്നു. ആരിഫാക്ക് പൂർണ്ണ സപ്പോർട്ടായിക്കൊണ്ട് നിന്നു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ചെറുതായിട്ടുള്ള പ്രൊമോഷൻ വർക്കുകളൊക്കെ കിട്ടി തുടങ്ങി. അത് ഓരോരുത്തരെ കെയർ ഓഫിലൂടെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡയറക്റ്റ് ഒരു വർക്ക് കിട്ടി. കുറേശ്ശെ വർക്കുകൾ നമ്മുടെ നാട്ടിൽ നടന്നുണ്ടെങ്കിലും പുറത്ത് നടന്നുണ്ടെങ്കിലും കുറേശ്ശെ വർക്ക് നമുക്ക് കിട്ടി തുടങ്ങി. അതിനുശേഷം നമുക്ക് നമ്മളെ ലീഡർഷിപ്പ് ആക്കിക്കൊണ്ട് ഒരു ടീം, പുതിയൊരു ടീം നമ്മളെ തേടി ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെടുത്ത് ചോദിച്ചു, 20 ആളെ വേണം നിങ്ങൾക്ക്, നിങ്ങളെ കെയർ ഓഫിലുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് അന്ന് ടീമില്ല, ഒന്നുമില്ല, ഒരു സെറ്റുമില്ല. അങ്ങനെ ഞങ്ങൾ കുറേ ആളുകളായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടു. ആ ആളുകളെ വിളിച്ചും കൊണ്ടുവന്ന് അവർക്ക്
പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിൽ ഇന്ന് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിൽ ഏതൊരാളും കൊടുത്തു കഴിഞ്ഞാൽ അവരവരെ കമ്മീഷൻ വലിക്കാതെ ഒരാൾക്കും കൊടുക്കൂല. പക്ഷെ ഞങ്ങൾ കമ്മീഷൻ പോലും വലിക്കാതെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് കിട്ടിയ ക്യാഷ് പൂർണ്ണമായിട്ടും ഞങ്ങൾ അവർക്ക് വിതരണം ചെയ്ത് കൊടുത്തു. അതും എങ്ങനെയെന്നല്ല, പിന്നെ 1K പോലും ആവാത്ത മോണി അവര് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 10K മേലക്കുള്ള എബോ ഉള്ള ആളുകളെ മാത്രം വേണമെന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ ഓരോരുത്തരെയും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആളുകളെ പേരെടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാം. പക്ഷെ അത് വേണ്ടെന്ന് എഴുതിയിട്ടാണ്. അത്ര ഒരു 2K പോലും ആവാത്ത 1K പോലും ആവാത്ത മോണി പോലും ആവാത്ത ചാനലുകൾ വന്നിട്ട് നമ്മളെ അടുത്ത് പറഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു വരുമാനം ഞങ്ങൾക്ക് കിട്ടിയാൽ കൊള്ളാം, ഞങ്ങളെ കുടുംബം അത്രയും ദാരിദ്ര്യമാണ്, അത്രയും ബുദ്ധിമുട്ടാണ് എന്നുള്ളത് അവർ വന്നിട്ട് നമ്മളെ അടുത്ത് പിന്നെ വാട്സപ്പിലായിട്ടും ഇതിലൊക്കെ കമന്റിലൊക്കെ ആയിട്ട് വന്നിട്ട് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലൈവിലൊക്കെ വന്നിട്ട് പറയുമ്പോൾ അവരെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു വാട്സപ്പ് ഒരു കൂട്ടായ്മ കൊണ്ട് ഒരു പ്രൊമോഷൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പ് പിന്നെ ഈ ഒറ്റക്ക് ഞങ്ങൾക്ക് വർക്ക് കിട്ടിയത് എത്ര ആളാണ്? 13 ആളല്ലേ. ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ വലിയൊരു ഗ്രൂപ്പിൽ അംഗമായിരുന്നു. അപ്പൊ ആ ഗ്രൂപ്പിൽ തന്നെ ഞാനിത് പോയിട്ട് പറഞ്ഞിരുന്നത് ഇങ്ങനെ കുറച്ച് ആൾക്കാർക്ക് ജോലി ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ അല്ലെ എന്ന് പറഞ്ഞിട്ട് ആ അഡ്മിന്റെ പെർമിഷനോട് കൂടെയാണ് ഞാൻ ഈ കാര്യങ്ങൾ ആക്കുന്നതും വേറൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതും. അങ്ങനെയാണ് പിന്നെ എത്ര ആൾക്കാർക്ക് വർക്ക് കൊടുക്കുന്നത്. പിന്നെ അങ്ങനെ ഗ്രൂപ്പ് അങ്ങനെ ഇട്ട് പിന്നെ ഒരു ഒച്ചപ്പാടും വേണമെന്നും ഇല്ലാത്ത രീതിയിലാണ് നിന്ന് ലെവലിൽ അങ്ങനെ പോയിരുന്നത്. പിന്നെ ഇങ്ങനെ വർക്കുകൾ വരൽ തുടങ്ങിയപ്പോഴാണ് നമ്മൾ അതിന് ഒരു ഗ്രൂപ്പിന് പേരിടണമെന്നും അതിനൊരു മീറ്റപ്പ് വെക്കണമെന്നും അതിനൊരു ടാഗും ബാഡ്ജും വേണമെന്നും. അത് എന്തിനാണെന്ന് അറിയോ, നമുക്ക് എന്തിനൊരു ക്രോഡീകരിക്കണം, ആ ക്രോഡീകരിച്ചിട്ട് മറ്റുള്ളവരെ അറിയിക്കണം. അത് അറിയിച്ചിട്ട് ഇത് ബൂസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക്. നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൽ ആദ്യം വേണ്ടത് പരസ്യമാണ് വേണ്ടത്. പരസ്യം ചെയ്തിട്ട് ആളുകളെ നമ്മളിലേക്ക് എത്തിപ്പിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്താക്കി, ഒരു ഗ്രൂപ്പിന് ഒരു പേര് നിശ്ചയിക്കുക. അപ്പൊ ഒരാൾ മാത്രമായി കൊണ്ടല്ല, നമ്മളൊരു ടീമാണ്. ആ ടീമിലുള്ള എല്ലാവരും കൂടി കൂടിയിട്ട് ഒരു പേര് നിശ്ചയിക്കുക. അതിൽ ഇഷ്ടപ്പെട്ട പേര് നമുക്ക് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ആ പേര് ഇടലിന്റെ പേരിൽ തന്നെ അടിണ്ടായി 4 ആൾ ഓൺ ദി സ്പോട്ടിൽ ലെഫ്റ്റ് അടിച്ചു പോയി. ഓക്കെ പോട്ടെ, അങ്ങനെയുള്ള പുഴുക്കുത്തുകൾ പോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ പിന്നെ അവരെ കൂടെ തെരഞ്ഞു പോവുകയും അവരെ അന്വേഷിച്ചു പോവുകയും നമ്മൾ ചെയ്തിട്ടില്ല. എന്നിട്ട് ഞങ്ങളൊരു വേൾഡ് സ്റ്റാർ എന്നൊരു ഗ്രൂപ്പിനുള്ള ഒരു, അതായത് ഞങ്ങളത് ഉണ്ടായിരുന്നത് നമ്മള് മൊത്തത്തില് ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു പിന്നെ പ്രൊമോഷൻ ഗ്രൂപ്പ് എങ്ങനെയാണ് ആ നിയത്തിലാണ് ഞങ്ങൾ അതുകൊണ്ട് വേൾഡ് സ്റ്റാർ എന്നുള്ള ഒരു പേരും അതിന് നിശ്ചയിച്ചിട്ട് ഞങ്ങൾ അതിനൊരു ഇനാഗ്രേഷൻ പ്രോഗ്രാമും വെക്കണം. അപ്പൊ അതിന് നമുക്ക് നല്ലൊരു പ്ലേസ് കണ്ടെത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നാട്ടില് കർമ്മ റോട്ടില് പിന്നെ അവിടെ അതിന് പറ്റിയ പ്ലേസ് ഉണ്ട് ഇരുന്ന് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു പ്ലേസ് തെരഞ്ഞെടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ഈ ഗ്രൂപ്പിലുള്ളവരുടെ അടുത്ത് തന്നെ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും പിന്നെ റിസോർട്ടുകളോ അല്ലെങ്കിൽ അതിന് പറ്റിയ പ്ലേസുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചു തുടങ്ങി. അതല്ല, അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കുറച്ച് ആളുകൾ കണ്ണൂരിലൊക്കെ ഉള്ള ആളുകൾ കാസർഗോഡ് മുതൽ എല്ലാവരും ഇതിൽ അംഗങ്ങളായിരുന്നു. ഞങ്ങൾ ഇതില് എങ്ങനെയാണ് ഉദ്ദേശിച്ചത് വെച്ചാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ടോട്ടൽ ആളുകളെ ഇതിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഏത് ഭാഗത്തുനിന്ന് വർക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് അവരെ 4 ആളെ കാസർഗോഡ് നിന്ന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആളെ ആ ഭാഗത്തുള്ള ലൊക്കാലിറ്റിയിലുള്ള 4 ആളെ നമുക്ക് അതൊക്കെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ പുറത്തുനിന്നുള്ളത് ഇതിൽ നമ്മളെ ലാഭം നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഓരോരുത്തർക്കും വർക്ക് എന്നുള്ള നമ്മൾ അത്ര വലിയ പുണ്യാളന്മാരായിട്ടല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൂട്ടത്തിൽ നമുക്കും വർക്കാവും. പിന്നെ നമ്മളെ ചാനല് പിന്നെ ഫേമസ് ആയി വരും. അതിലൂടെ വീഡിയോ ഇടുന്ന സമയത്ത് നമ്മൾ ഉയരങ്ങളിലേക്ക് എത്തും. അതിലൂടെ പിന്നെ നമ്മളെ ലാഭം നമ്മൾ നമ്മളെ കൂടെ നിൽക്കുന്നവർക്കും അങ്ങനെ ഉണ്ടാവും. പിന്നെ അതിൽ വർക്ക് പിടിക്കുന്നവർക്ക് കമ്മീഷൻ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതായത് എല്ലാവരും കൂടിയിട്ടാണ് വർക്കിന് ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞിരുന്നു. വർക്കിന് കമ്മീഷൻ കിട്ടുന്ന ആരാണോ വർക്ക് പിടിച്ചിരുന്നുണ്ടെങ്കിൽ അവർക്ക് കമ്മീഷൻ ഉണ്ടാവും. അത് നമുക്ക് അവരെ തന്നെ ചോദിച്ചു മേടിക്കാം. ഒക്കെ പറഞ്ഞിട്ട് ഫുൾ സെറ്റ് ആയിരുന്നു. എല്ലാത്തിനും ആളുകൾ ഓക്കെ ആയിരുന്നു. എല്ലാത്തിനും അവർ സപ്പോർട്ട് ആയിരുന്നു. പിന്നെ റിസോർട്ടുകൾ തെരച്ചിൽ തുടങ്ങിയിട്ട് പിന്നെന്തായി, ഒരാളൊരു റിസോർട്ട് പറഞ്ഞത്. ആ റിസോർട്ട് പറഞ്ഞന്ന് ആ ആൾക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങള് പിന്നെ 5000 രൂപ പേ ചെയ്യണം. 40 പേർക്ക് അവിടെ ഫുഡ് കാര്യങ്ങൾ ഞങ്ങൾ പിന്നെ ശരിയാക്കാം. 40,000 രൂപയുടേതാണ് ടോട്ടൽ എക്സ്പെൻസ് വരിക. അതിന് നിങ്ങൾക്ക് റിഡക്ഷൻ ആയിട്ട് 5000 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെയല്ല, നിങ്ങളെ എന്താണോ അതിന്റെ പ്രൊമോഷൻ വർക്ക് ഞങ്ങൾ ചെയ്തോളാം, അല്ലാതെ ക്യാഷ് അങ്ങോട്ട് തന്നുകൊണ്ടുള്ള പരിപാടിക്ക് ഞങ്ങളില്ല, ഞങ്ങളടുത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ക്യാഷ് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നവരാണ്. അപ്പൊ നിങ്ങൾ ഞങ്ങളെ കൊണ്ട് അങ്ങോട്ട് ബില്ലടപ്പിക്കുന്ന ഒരു പരിപാടിക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിട്ട്. അങ്ങനെ ഞങ്ങളെ ഗ്രൂപ്പിന്റെ മെമ്പർ ആയിട്ടുള്ള ഞങ്ങളെ ഗ്രൂപ്പിന്റെ ഒരു അഡ്മിൻ ആയിക്കൊണ്ടുണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, ചാനലിന്റെ പേര് ഇതൊന്നും ഞാനിപ്പോ പറയുന്നില്ല, ഇത് വീഡിയോ കാണുന്ന അവർക്ക് മനസ്സിലായിക്കോളും. അപ്പോൾ പിന്നെ ആ ആള് പറഞ്ഞ് ഇന്ന ഭാഗത്ത് ഒരു റിസോർട്ട് ഉണ്ട്, ആ റിസോർട്ടിക്ക് ഞാൻ വിളിച്ചു ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ എന്നാ വിളിക്ക് അന്വേഷിക്കുന്നൊരു വിവരം പറയാം. അങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞു, നാസർക്ക ഞാൻ വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ ആള് നമുക്ക് നടക്കൂല എന്നാണ് പറയുന്നത്. ഞാൻ മുന്നേ ആ ആളൊരു പ്രൊമോഷൻ വീഡിയോ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ആ ഒരു ബന്ധത്തിന്റെ ലെവലിലാണ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് നടക്കൂല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, ഈ ഒരു പണി ആ നമ്പർ എനിക്ക് കാണിക്കുമായിരുന്നു. ഞാൻ ആ നമ്പർ വാങ്ങിച്ച് വിളിച്ച് 3/4 മണിക്കൂറോളം ആളായിട്ട് സംസാരിച്ചു. ആൾ ഒരു നിലക്കും വരുന്നില്ല. ലാസ്റ്റ് ഞാൻ ആളിൻ്റെ അടുത്ത് ചോദിച്ചു, ഇതുകൊണ്ട് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് തന്ന എനിക്ക് കിട്ടുന്ന ലാഭം എന്താണെന്ന് ആളിൻ്റെ അടുത്ത് ചോദിച്ചു. നിങ്ങൾ ഇവിടെ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, നിങ്ങൾ വീഡിയോ ചെയ്യുന്നു, എൻ്റെ റിസോർട്ടിൽ പിന്നെ വീഡിയോ ചെയ്തുകൊണ്ടുള്ള ഗുണം എന്താണ്? എനിക്കല്ലാതെ തന്നെ എൻ്റെ നാട്ടിൽ നിന്നുള്ള വർക്ക് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ ഫുൾ ടൈം ആളുണ്ട്. പിന്നെ ഞാൻ ഇതുകൊണ്ട് എന്താണ് എനിക്ക് കിട്ടുന്ന ഗുണം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്തു, നിങ്ങളെ നാട്ടിൽ നിന്നുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അതിനൊരു പരിധി ഉണ്ട്. പുറത്തുനിന്ന് ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അതിന്റെ ഗുണം. അതിന് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളത് കാസർഗോഡ് മുതൽ കൊല്ലം വരെയുള്ള ആളുകൾ ഞങ്ങളെ കൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ ഫേസ്ബുക്കിലായിട്ടും യൂട്യൂബിലായിട്ടും ഇൻസ്റ്റയിലായിട്ടും ഒക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ റിസോർട്ടിനെ കുറിച്ചിട്ടും ഇതിന്റെ ഭംഗി പുറം നാട്ടിലേക്ക് അറിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുറത്തുനിന്ന് നിങ്ങൾക്ക് ആളുകൾ വന്നു തുടങ്ങും എന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു ഓക്കെ, ഞാൻ ചിന്തിക്കാത്തൊരു ഏരിയ ആണത്, അതുകൊണ്ട് എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാം, നിന്നെ ചൂസ് ചെയ്യാം, എങ്ങനെയാണ് ഈ എക്സ്പെൻസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നു പറഞ്ഞു. അപ്പൊ നമ്മൾ അന്ന് അതിൽ അവരായിട്ട് വേറെ എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല. അവരെടുത്ത് പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് ഇതൊന്നും കൂടി ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ഒന്നും കൂടി പറയുന്നത്, ഞങ്ങൾ അവരെടുത്ത് വേറെ ഒരു കാര്യങ്ങളും ഞങ്ങൾ അവരടുത്ത് ചോദിച്ചിട്ടില്ല, അവരടുത്ത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഈ വരുന്ന ആളുകൾക്കുള്ള ഫുഡ് നിങ്ങൾക്ക് തരാൻ പറ്റുമോ? പറ്റും. ഞങ്ങൾക്ക് മീറ്റപ്പിന് ഞങ്ങൾക്ക് പറ്റിയൊരു സ്റ്റേജ് നിങ്ങൾക്ക് സെറ്റാക്കി തരാൻ പറ്റുമോ? അതിന് പറ്റിയൊരു സ്പീക്കർ നിങ്ങൾക്ക് റെഡിയാക്കി തരാൻ പറ്റുമോ ചോദിച്ചു. ഓക്കെ, ഞാൻ റെഡിയാക്കി തരാം. നിങ്ങൾ എത്ര പേരുണ്ടാവും എന്ന് വെച്ചു. ഞങ്ങൾ പറഞ്ഞു 40 പേരാണ് ഞങ്ങളെ കമ്മ്യൂണിറ്റിയിലുള്ളത്. പക്ഷെ ഇത്ര ദൂര സ്ഥലത്തേക്ക് വരാൻ എത്ര ആളുകൾ ആവും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. അവരെത്തി ചോദിച്ചതിന് ശേഷം വിവരം പറയാമെന്ന് പറഞ്ഞു. ഓക്കെ ശരി. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങളെ ഗ്രൂപ്പിലൂടെ വിഷയങ്ങളൊക്കെ അറിയിച്ചു, കാര്യങ്ങളൊക്കെ അറിയിച്ച് പിന്നെ ഈ നമ്മളൊരു പ്രോഗ്രാം അതില് എല്ലാ ആളുകളും ഓക്കെ ആയിട്ട് തന്നെ സമ്മതിച്ചു കൊണ്ടുനിന്ന് ഞങ്ങളൊരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിന് ഞങ്ങൾക്ക് അതിന്റെ ഉദ്ഘാടന ചടങ്ങാണ് അന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് വേണ്ട ടാഗ്, ബാഡ്ജ്, പിന്നെ മൊമെന്റോ അതിലുണ്ട്. അതിൽ ഞങ്ങൾ സ്പോൺസർമാരെ ഞങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഫുഡ് അടക്കം ഞങ്ങൾ സ്പോൺസർ നോക്കുന്നുണ്ട്. അതിലെ ഫുഡ് നിങ്ങൾ ഏറ്റെടുത്തു. ബാക്കി നിങ്ങൾക്ക് എന്താണ് തരാൻ പറ്റുക, എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞ് ഇല്ല, എനിക്ക് ഇത് മാത്രമേ എനിക്ക് കഴിയുള്ളൂ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞങ്ങൾ പറഞ്ഞ് ഈ 40 പേരല്ല ഉണ്ടാവുക, അവരുടെ ഫാമിലി ഉണ്ടാവും. ടോട്ടൽ ഫാമിലി എത്രയെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഫുഡും കൂടി വേണ്ടി വരുന്നതാണ്, 40 ആൾക്കുള്ളതാവില്ല എന്ന് പറഞ്ഞു. ഓക്കെ കുഴപ്പമില്ല, അത് ഞാൻ വഹിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ആളെ അതിന് നിർത്തി. പിന്നെ നമ്മൾ ഗ്രൂപ്പിലൂടെ നമ്മൾ അറിയിച്ചു 400 രൂപ ഒരാൾക്ക് ടാഗ്, ബാഡ്ജ്, മൊമെന്റോ കൂടി അടിച്ചുണ്ടാക്കാൻ 400 രൂപ വരും. ആ 400 രൂപ ആർക്കൊക്കെ തരാൻ പറ്റും എന്ന് ചോദിച്ചു. അപ്പൊ കുറെ ആളുകൾ ഓക്കെ ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട് എന്ത്, നമുക്ക് ഇത്രയും ആവശ്യത്തിന് സ്പോൺസർമാരെ ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ നല്ല പറഞ്ഞിരിക്കുന്നത് നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങളുടെ കെയർ ഓഫിൽ ആർക്കെങ്കിലും സ്പോൺസർമാരെ കിട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങളെ വിവരം അറിയിക്കുക. ഞാൻ ഓൺ ദി സ്പോട്ടിൽ അവർക്ക് വിളിച്ചോളാം, ചോദിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണൂരുള്ള നമ്മളൊരു നല്ല സുഹൃത്ത്, ആരിഫാന്റെ സുഹൃത്താണ്, പേര് ഞാൻ പറയുന്നില്ല, അവരെന്ത് ചെയ്ത് അവിടെ പിന്നെ 1-2 ടീമുകളായിട്ട് സംസാരിച്ചു. അവരൊരു ടീം 5000 അല്ല തന്ന്, ഒരു ടീം 1000 വെച്ച് തന്നു. അങ്ങനെ 6000 കിട്ടി. അതിന്റെ പുറമെ അതൊക്കെ ഞങ്ങൾ ഗ്രൂപ്പിൽ ഓരോരുത്തരിൽ നിന്ന് കിട്ടുന്നതും അതാത് ആളുകളെ പേരും വിവരങ്ങളും വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പിൽ അതാത് ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ അപ്ഡേഷൻ ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്നു ആരതൊക്കെയാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ. ആ കിട്ടുന്ന സമയത്ത് നമ്മൾ അവരടുത്ത് പറഞ്ഞിരുന്നു, നിങ്ങൾ 400 രൂപയാണ് ഇതിന് ടോട്ടൽ എക്സ്പെൻസ് വരുന്നത്. ഇതില് എത്രയാണോ നമുക്ക് ഇതിന്ന് ആരെങ്കിലും സ്പോൺസർ ആയിട്ട് വന്നിട്ട് എത്രയാണോ നമ്മളെ കയ്യിൽ ഇത് കിട്ടുന്നത് എങ്കിൽ നമ്മളെ ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും വീതിച്ച് നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് പിന്നെ ടോട്ടൽ എത്ര രൂപയാണ് അതിന് കിട്ടിയതുള്ളത്, കളക്ട് ചെയ്ത പൈസ അല്ല, നമുക്ക് സ്പോൺസർമാരായിട്ട് വന്നിട്ടുണ്ടായിരുന്ന പൈസ ടോട്ടൽ 11000 രൂപയാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആ 11000ന്റെ ഇട്ടിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ടോട്ടൽ എക്സ്പെൻസ് ഇട്ടിട്ട് ഹരിച്ചിട്ട് ഓരോരുത്തർക്ക് 185 രൂപ ഉണ്ടായിരുന്നു റിട്ടേൺ കൊടുക്കാൻ. അപ്പൊ ആ റിട്ടേൺ കൊടുക്കേണ്ടത് അത് അപ്പോഴൊന്നും കണക്കൂട്ടിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഈ പ്രോഗ്രാം നടക്കുന്നത് 7/10/2024 ഞങ്ങൾ ഈ പ്രോഗ്രാം നടക്കുന്നത്. ആ ദിവസം പിന്നെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അന്ന് നെസ്റ്റോലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ സൂപ്പർവൈസർ ആയിട്ടാണ് പിന്നെ നമുക്ക് ചുമതല ഉണ്ടായിരുന്നത്. അത് അവിടുത്തെ ഓപ്പണിങ് 9-ാം തീയതിയാണ് അവിടുത്തെ ഓപ്പണിങ് ഉള്ളത്. 7-ാം തീയതിയാണ് അവിടെ വർക്ക് പിന്നെ ഞങ്ങളെ പ്രോഗ്രാം ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രോഗ്രാമിന് എല്ലാവരും വന്നു. എത്ര ആളാണ്, 32 ആളോ 33 ആള് ടോട്ടല് 33 ആള് വന്നു. അതിൽ പങ്കെടുത്തു, പിന്നെ ഭക്ഷണം കഴിച്ചു. അതിൽ കുറെ ആളുകൾ കുറെ ഈഗോ ഒക്കെ കാണിച്ച് ഇത് നമ്മളെ ലെഡ്ജറാണ്.
അന്ന് നമ്മൾ വാങ്ങിയിട്ടുള്ള ഒരു ലെഡ്ജറാണ്. ഇതിൽ വന്നവരെ സമയങ്ങളും അവരെ നാടും പിന്നെ സ്ഥലം അതുപോലെ സൈൻ ചെയ്തിട്ടുണ്ട്, ഫോൺ നമ്പറും ചാനൽ നെയിമും ഇതെല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെയുള്ളൊരു ഒരു ലെഡ്ജറാണ്. ഞങ്ങൾ ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് തുടങ്ങിയതല്ല ഈ പ്രോഗ്രാം, ഈ പരിപാടി. ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, ഞങ്ങൾ ഇന്നും ഞങ്ങൾ അങ്ങോട്ട് വിളിക്കണം. ഞങ്ങൾ ഇന്നും കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞങ്ങൾ വലിയ ആൾക്കാരായിട്ടല്ല, ഞങ്ങൾ കൊമ്പത്ത് കയറി നിൽക്കുമല്ല. ഇതിന്റെ ഇടയിൽ കൂടെ അൽഹംദുലില്ലാ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇത്, കാരണം ഞങ്ങൾ ചെയ്ത നന്മ കൊണ്ടായിരിക്കും ഞങ്ങൾക്കത് പറ്റാത്ത രീതിയിൽ നല്ല രീതിയിൽ പോകുന്നതാ. ഇതൊക്കെ സംഭവങ്ങൾ ഇപ്പോഴും ഇവിടെ കിടക്കുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ കൊടുക്കാനുള്ള സാധനങ്ങൾ. അതായത് ക്യാഷ് തരാത്തവരിതാണ്. ഇത് ഞങ്ങളുടെ അടുത്ത് ക്യാഷ് തന്നിട്ടില്ല. ഇതിന്റെ ഇതാക്കിയ ആൾക്കാരാണ് ഇതൊക്കെ. ഇത് ഞങ്ങൾ സൂം ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാല് ആ ആളുകളെ വ്യക്തിഹത്യ ചെയ്യണ്ടെന്ന് കരുതിയിട്ടില്ല. പക്ഷെ കാര്യം ഉണ്ടല്ലോ, ഈ ആളുകളാണ് ഇന്ന് ഞങ്ങൾക്കെതിരെ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. ഈ കാണുന്ന ആളുകളാണ്. ഇതെന്ത് ക്യാഷ് തരാത്ത ആളുകൾ, ക്യാഷ് തരാത്ത ആളുകൾ. ഇത് തരാന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിട്ട് അടിച്ചുണ്ടാക്കിയ സാധനങ്ങളാണ് ഈ സാധനങ്ങൾ. ഈ കാണുന്നത് പിന്നെ അതിന്റെ പുറമെ ഇതാ ഇത്രയും വള്ളികള്, ഇതൊക്കെ ഞങ്ങൾക്ക് വരുന്ന പറഞ്ഞിട്ട് ഞങ്ങള് എക്സ്ട്രാ നമുക്ക് ഈ ഗ്രൂപ്പ് സെറ്റ് ആക്കണം എന്ന് കരുതിയിട്ട് ആ കിട്ടിയ ക്യാഷ് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, മേടിച്ചുണ്ടാക്കിയ സാധനങ്ങളാണ്. ഇത്രയും ക്യാഷ് കൊടുത്തിട്ടതാണ്. അപ്പൊ ഈ ക്യാഷ് ഒന്നും അവര് കൊടുത്തു അടിച്ചു തരുമോ? നമുക്ക് തരുമോ? ഇല്ലല്ലോ. ഇവര് വേണ്ടെന്ന് പറഞ്ഞാണ്ട് കഴിച്ചിലാക്കി ഞങ്ങൾക്ക് ക്യാഷ് ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ അവര് അടച്ച പൈസ, ഞങ്ങൾക്ക് തന്ന പൈസ അവർക്ക് റെഡി ക്യാഷ് നമ്മൾ കൊടുക്കേണ്ടി വന്ന്. എന്നാ ഞങ്ങൾ ഇവിടെ കൊടുത്തത് അവർ തിരിച്ചു തരുമോ? അവർ കഴിച്ചു തന്നിട്ടില്ലേ? ബാക്കി എന്ന് പറഞ്ഞാല് ഒരു സംഭവമുണ്ട്, കുറച്ച് പേർക്ക് ഇത് കിട്ടിയിട്ടില്ല. ടാഗും ബാഡ്ജും കിട്ടാത്തവരുണ്ട്, ടാഗ് കിട്ടിയവരുണ്ട്, ബാഡ്ജ് കിട്ടാത്തവരുണ്ട്, ആ മൊമെന്റോ കിട്ടാത്തവരുണ്ട്. അങ്ങനെ പല ആൾക്കാരുണ്ട്. അത് എന്താന്ന് വെച്ചാൽ ഞങ്ങളെ കുറ്റമല്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് നല്ല ബിസിയുള്ള സമയം. ഇക്ക രാത്രി 1 മണി 2 മണിക്ക് വന്നതിന് ശേഷമാണ് ഷോപ്പ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം അറിയുന്നവർക്ക് മനസ്സിലാവും. സാധാ ഷോപ്പല്ല, വലിയ ഷോപ്പാണ്. അപ്പൊ അത് ഓപ്പണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും, സാധാരണ എല്ലാ പൊസിഷനിലെല്ലാം നിൽക്കുന്നത് സൂപ്പർവൈസർ ആകുമ്പോൾ. അപ്പൊ അങ്ങനത്തെ വർക്ക് അവിടെ ചെയ്തുകൊണ്ടിരുന്നിട്ട് രാത്രി 11 നേരത്താണ് ഇവിടെ വരുന്നത്. വന്നതിന് ശേഷം ബാക്കിയുള്ള ആൾക്കാരോട് റിപ്ലൈ കൊടുക്കുന്നതും അവരുടെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു 2-3 ആൾക്കാരല്ല, 40 മേലുള്ള ആൾക്കാരായിട്ട് നമ്മൾ കണ്ടിന്യൂ ഒന്ന് അങ്ങോട്ട് പോകണം, ഏണാണെങ്കിൽ ഒന്ന് കോണാണ്, ഒന്ന് ഏണാണ്, ഒന്ന് കോണാണ്. ആ ഗ്രൂപ്പ് ഒരു ഇതിനു വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടിരുന്നേ. ആ ഒരു സംഭവങ്ങൾ അതിന്റെ ഇടയിലാണ്, പിന്നെ രാത്രിയിലാണ്. അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കുന്നതും ഞങ്ങൾ ഇതേപോലെ തന്നെ എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ള ഇതിന്റെ മോഡല് സെറ്റ് ചെയ്യലും. ഇത് കിട്ടാതിരുന്നത് കുറച്ച് ആളുകൾക്ക് ഇത് കിട്ടിയിട്ടില്ല. കിട്ടാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ഇത് മറ്റുള്ളവരെ മേലേക്ക് നമ്മൾ അടിച്ചേൽപ്പിക്കാനോ അവരെ തെറ്റുകാരാക്കാനോ വേണ്ടിയിട്ടല്ല ഇട്ടത്. ഇത് ഞാൻ 9-ാം തീയതിയാണ് പിന്നെ എന്റെ ഷോപ്പ് ഉദ്ഘാടനം വെച്ചിട്ടുള്ളത്. ആ ഉദ്ഘാടനത്തിന് 7-ാം തീയതിയാണ് നമ്മളെ പ്രോഗ്രാം. 6-ാം തീയതി ഞാൻ 6:30 വരെ ഞാൻ അവിടെ വർക്ക് ചെയ്യാണ്. അവിടുന്ന് വർക്ക് ചെയ്തിട്ട് ഞാൻ അവിടുന്ന് വന്നിട്ടാണ്, നല്ല മഴ പെയ്യുന്ന സമയമാണ്, അവിടുന്ന് വന്നിട്ടാണ് ഞാൻ വാണിയമ്പലത്തേക്ക് പോകുന്നത്. തലേ ദിവസം പ്രോഗ്രാമിന് പോണത് ഷോപ്പിന്റെ പുറത്ത് ഇത് ആളെത്തി നമ്മൾ വിളിച്ചു ചോദിക്കണേ, ഇതിന് ഫുള്ള് സാധനം വെച്ചിട്ടുണ്ടോ ഇല്ലേ? അപ്പൊ ആള് പറയാണ് എല്ലാ സാധനങ്ങളും തന്ന ഫുള്ള് സാധനങ്ങളും അതിൽ വെച്ചിട്ടുണ്ട്, ഇതാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അത് എടുത്തിട്ട് ആ ആളിലുള്ള വിശ്വാസം കൊണ്ട് നമ്മൾ അത് എടുത്തിട്ട് പോവാണ്. അവിടെ ചെന്ന് ചെട്ടയച്ച് നോക്കുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത് കുറച്ച് ആളുകൾ ഇതിൽ ബാനർ ഉണ്ടായിരുന്നു. അതുപോലെ പിന്നെന്താ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് ഇതാക്കാനുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ നനഞ്ഞിട്ട് ആകെ ഒരു തൂഫാനായിരുന്നു. ഇവിടെ വേറെ കൂടെ ഒരു കാര്യം പറയണേ, എന്റെ മോന് നാട്ടിൽ വന്ന ദിവസമാണ് ഞങ്ങൾ ഇവിടുന്ന് നാട് പോണത് അല്ലേ. അന്ന് വന്നിട്ട് ഒന്ന് അവർക്ക് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും പറ്റിയിട്ടില്ല. അവന് ഗൾഫിൽ നിന്ന് വന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു മോനെ എങ്ങനെ ഉണ്ട് സംഭവം ആദ്യം പറഞ്ഞിട്ടുണ്ട് അവനോട്. അപ്പൊ ഞാൻ എൻജോയ് ചെയ്യാലോന്ന് വിചാരിച്ച് റിസോർട്ടിക്കല്ലേ എന്നും പറഞ്ഞു. അവിടെ തന്നെ വർക്കിന്റെ ടെൻഷനിൽ ഇതിലും ആടിയിട്ട് ഉറക്കം ഒഴിഞ്ഞ ആളാണ്. ഇവിടെ വന്നിട്ട് ഒന്ന് കിടന്ന് നല്ലപോലെ ഉറങ്ങാന്ന് വിചാരിച്ചിട്ടാണ് അവന് വരുന്നത്. ഗൾഫിലെ കാര്യമൊന്നും നമുക്ക് കൂടുതൽ പറഞ്ഞ ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ആ കുട്ടീനെ വലിച്ചിട്ടാണ് ഞങ്ങൾ പോണത്. അതും 2 സ്കൂട്ടറിലാണ്, 2 വണ്ടിയിലാണ്. ഒന്ന് ഇക്കാന്റെ വണ്ടിയും ഒന്നിന്റെ വണ്ടി. ഈ വണ്ടിയിൽ പെട്രോൾ അടിച്ചിട്ടാണ്. ഇതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. ഇവിടെ നിന്ന് തിരൂർന്ന് നിലമ്പൂർക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാക്കാം? 100 കിലോമീറ്റർ ഉണ്ടാവും. നിലമ്പൂര് അവിടുന്ന് ഉള്ളിലേക്ക് പോകാണ്ട്. നിലമ്പൂരല്ല, വണ്ടൂര് വാണിയമ്പലം, വാണിയമ്പലത്തുനിന്ന് ഉള്ളിലേക്കുള്ള റോട്ടിനാണ് പോകേണ്ടത്. എപ്പോഴാണെന്നറിയോ? രാത്രി 11:30 ഞങ്ങൾ അവിടെ എത്തുമ്പോ കല്ലും സൽമാൻ ഭായിയുടെ നമ്പർ ഞാൻ തരാം. അല്ല, ആ നമ്പർ ഇതിൽ വെക്കാം. അതാണ് വേണ്ടത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും, ഞങ്ങൾ തരുന്നത്. അപ്പൊ ഞങ്ങൾ ആ 11:30 നേരത്തെ ഞങ്ങൾ ഇവിടെ എത്തുന്നത്. കുറച്ച് ക്ലാരിറ്റി വരുത്താനുള്ള ഫസാദ് തന്നെ പറയാം. ഞാൻ എപ്പോഴും പറയും, ഞാൻ ഇവളെ അടുത്ത് പറയുമ്പോൾ എന്നോട് പറയും
അങ്ങനല്ല ഞാൻ ഇവിടെ എന്ത് പറഞ്ഞാലും പറയും നിങ്ങൾ പെണ്ണുങ്ങളല്ലേ, പെണ്ണുങ്ങളെ കാര്യം എന്നോട് പറയണ്ട. കാരണം എന്താ വെച്ചാല് നിങ്ങൾ ഫിത്തനി ഫസാദും പറയാനായിട്ട് പഠിച്ചുണ്ടാക്കിയ ഒരു സാധനം ഞാൻ പറയുമ്പോ ഞാൻ എന്നോട് പറയുമ്പോ അല്ല ഇത് കണ്ട പെണ്ണല്ല പെണ്ണ് അങ്ങനെയുണ്ട്. ഞാൻ ഫിത്തനി ഫസാദ് ഉണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സാധ്യതയല്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെ വരുന്ന ടീമിന് നമുക്ക് മനസ്സിലാവും, പിന്നെ നമ്മൾ ആ ഭാഗത്ത് നിന്ന് ഒഴിയും. അതല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ഇന്ന് ഒഴിവാക്കും. കാരണം അവർക്ക് മനസ്സിലാവും ഞാൻ ഇതിൽ പെട്ടതല്ല, എന്നെ കൊണ്ട് ഇതിന് പറ്റൂല, ഇവൾക്ക് അത്ര കഴിവുള്ള ആളല്ല എന്ന് മനസ്സിലാക്കിയാൽ അവരെന്താട്ടും എന്നെ പറ്റിയിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കും. അപ്പൊ അവർക്ക് മനസ്സിലാവും, അവരെന്താ വിചാരിക്കുക ഇവൾ ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനത്തെ സാധനം എന്നെ കൊണ്ട് അത് പറ്റൂല. അത് മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ ചാനൽ എടുത്തതിന് ശേഷം, അത് ഞങ്ങൾ രണ്ടാളും അഭിപ്രായത്തിൽ എടുത്ത ചാനലാണ്. ഞങ്ങൾ ഉദ്ദേശം ഇപ്പം വന്ന് ഞങ്ങൾ മുന്നിൽ ചാടി നിൽക്കുന്ന ട്രാജഡി, ഈ സംഭവത്തിൽ നിന്ന് അന്നേ ഞങ്ങൾ രക്ഷപ്പെടാൻ വിചാരിച്ചിട്ടുള്ള ഒരു ചാനൽ എടുത്തതാണ് ഞങ്ങൾ. അതും പ്ലസ് ഞങ്ങളെല്ലാ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ്. ഈ പലരും പറയുന്നുണ്ടാവും ഞങ്ങൾക്ക് ക്യാഷ് ആവശ്യത്തിനല്ല, ഞങ്ങൾ ഷോക്കാണ് ഇത് ഞങ്ങൾ തുടങ്ങിക്കുന്നത്. ഞങ്ങൾ അതല്ലേ, ഞങ്ങൾ സാമ്പത്തികം ഉദ്ദേശിച്ചിട്ട് തന്നെയായിരുന്നു. അൽഹംദുലില്ലാ കുറച്ചൊക്കെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കിട്ടുകയും ചെയ്തു. ഇന്ന് ഈ നിൽക്കുന്ന ലൈറ്റ് അടക്കം ഞങ്ങൾ യൂട്യൂബിന്റെ ചാനലിന് പൈസ കിട്ടിയിട്ട് മേടിച്ചാണ്. അതുപോലെ കുറെ സാധനങ്ങൾ ഇപ്പൊ എനിക്കൊരു കച്ചവടം തുടങ്ങിയതൊക്കെ ഞാൻ ഇതിൽ നിന്ന് തന്നെയാണ് ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ളത്. ചെറിയ മതി, അത് മതി. അപ്പൊ ഈ ഒരു സംഭവം ചാനൽ തുടങ്ങിയത് കൊണ്ടാണ്. ഇത് പറയുമ്പോൾ ഞങ്ങൾ എല്ലാം ടോട്ടലായിട്ട് പറയുന്നത് 2 ഭാഗം 3 ഭാഗമായിട്ട് ഞങ്ങൾ ചിലപ്പോൾ കൊടുത്തു തരും കേട്ടോ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഫ്ലോ നഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ തുടങ്ങിയ ചാനലാണ്. നാട്ടിൽ വന്ന് ഞങ്ങൾ സെറ്റിൽ ആയതിനു ശേഷം അവിടെ തന്നെ വലിയൊരു ഗ്രൂപ്പ് നമ്മൾ ഇട്ടിരുന്നു, മോണിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഒരു ടാസ്ക് ഗ്രൂപ്പ് ഇട്ടു. അന്ന് ഇതില് ഞങ്ങളെ എങ്ങോട്ട് എത്തിയില്ല, മോണിറ്റേഷൻ ആയിട്ടില്ല. പക്ഷെ ഇതില് മോണി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുമെന്ന് എന്തെങ്കിലും ഏൺ ചെയ്യണം എന്ന് കണ്ടിട്ട് ഇവള് അന്ന് ഡെയിലി അവിടുന്ന് വൈഫൈ ഫ്രീ ഉള്ളത് കാരണം എന്നും ലൈവില് പല ആളുകൾ ലൈവില് കയറിയിരുന്നു. അതേപോലെ നമ്മൾ ലൈവ് ഇടുക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ ആളുകൾ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, അവിടെ ഒരുപാട് ആളുകൾക്ക് യൂട്യൂബിൽ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് അറിവുണ്ടായിട്ടൊന്നല്ല, പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യും, അവരെടുത്തുനിന്ന് അവർ ഗ്രൂപ്പാക്കും. ഇതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്നെ വന്നിട്ട് പറയും, ഇല്ലെങ്കിൽ ഇല്ലാത്ത ഞങ്ങൾ കള്ളം പറയാന്നുണ്ടെങ്കിൽ വന്ന് പറയട്ടെ. ആ ആൾക്കാരും ഇന്ന് ഞങ്ങൾക്കെതിരാണ്. അന്ന് തൊട്ടിട്ട് വന്ന് മോണിയായി വല്ലതും കിട്ടല് തുടങ്ങിയതിന് ശേഷം അവരൊക്കെ നമുക്കെതിരായിട്ട് വന്നിട്ടുണ്ട്. ABCD ഇതെങ്ങനെ യൂസ് ചെയ്യാൻ പോലും അറിയാത്ത ആൾക്കാരുണ്ടായിരുന്നു അന്ന് ഇതില്, ആ ഗ്രൂപ്പിൽ. ഇന്നും അവർ നമ്മളെ ആ ഗ്രൂപ്പിൽ വീണ്ടും വന്ന്, എന്നിട്ട് അവർ നമുക്ക് ഇട്ടിട്ട് നല്ല താങ്ങിപ്പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ പ്രോഗ്രാമിന് എത്തി. പ്രോഗ്രാമിന് എത്തുന്ന പറഞ്ഞാൽ പ്രോഗ്രാമിന്റെ തലേ ദിവസം രാത്രിക്ക് ഞങ്ങൾ അവിടെ ഈ മഴയും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ഞങ്ങൾ അവിടെ എത്തി. അത് അവിടെ സാധനങ്ങളൊക്കെ അവിടെ ഇറക്കിയ ഒരു ഭാഗത്ത് അവിടെ വെച്ച് ഞങ്ങൾക്ക് സൽമാൻ ഭായി ഞങ്ങൾക്ക് വഴിയും കാര്യങ്ങളൊക്കെ അതിനെ കാണിച്ചു തന്നെ. അന്നാണെങ്കിൽ അവിടെ കറണ്ടും ഇല്ല. അങ്ങനെ ഞങ്ങളൊരു പാടത്ത് കൂടെ പോയി, പാടം ശരി സെറ്റാക്കിയിട്ടാണ് റിസോർട്ട് ആക്കിയിട്ടുള്ളത്. പാടത്തിന്റെ സൈഡിൽ കൂടെ ഞങ്ങൾ പോയി. അവിടെ വീട്ടിലെത്തി. അവിടെ ഞങ്ങൾ നിന്ന് ഭയങ്കര തണുപ്പ്, ആകെ നനഞ്ഞൊട്ടി, ആകെ തൂഫാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ സൽമാൻ ഭായി നല്ലൊരു രീതിക്ക് തന്നെയാണ് നമ്മളെ എതിരേറ്റതും ഒക്കെ ഉണ്ടായത് കേട്ടോ. അതൊന്നൊക്കെ ആളെയൊക്കെ നമ്മളൊന്നൊക്കെ വലിച്ചയക്കണ കാര്യങ്ങളൊന്നുമില്ല. ആള് നല്ല രീതിക്ക് തന്നെ നമ്മളെ മാന്യമായിട്ട് തന്നെ നമ്മളോട് ഇടപഴകി, മാന്യമായിട്ട് തന്നെ നമ്മളോട് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന്. അങ്ങനെ നമുക്ക് കണ്ണൂരിൽ നിന്നുള്ള ടീം വരാണ്ടായിരുന്നു. രാത്രിക്ക് അവരും അവിടെ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് 2 മണി കഴിഞ്ഞിട്ടാണ് അവർ എത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ഉറക്കം ഉണ്ടെങ്കിലും ഉറങ്ങാൻ പാടില്ല. നമ്മളെ വിശ്വസിച്ചിട്ടാണ് അവരും അവരെ ഫാമിലിയും വരുന്നത്. വേറെ ഫാമിലി ഉണ്ടായിരുന്നു. അവരൊക്കെ നല്ല സെറ്റപ്പ് തന്നെ നമുക്ക് ഉണ്ടായിരുന്നത്. അവരും വന്നിട്ടുണ്ടായിരുന്നു. റിസോർട്ടിൽ ഞങ്ങൾ മാത്രമേ ഫാമിലി ആയിട്ടുള്ളൂ, വേറെ ആരുമില്ല. അപ്പൊ അവർക്ക് വഴി പറഞ്ഞു കൊടുക്കലും പിന്നെ റൂം തുറന്നു കൊടുക്കലും ഒരു ഞങ്ങള് ഡോർ തുറന്നു കൊടുക്കാനൊക്കെ നമ്മൾ നിൽക്കണ്ടല്ലോ. അപ്പൊ അതിന് അവരെ വിളിച്ചു കൊണ്ടുവന്ന് അവരെ റൂമിലാക്കി. എല്ലാം കഴിഞ്ഞ സമയത്തും ഞാൻ എന്ത് ചെയ്യാണ്, അരിഫ ഒരു ഭാഗത്ത് പോയിട്ട് തന്നെ ഭയങ്കര തലവേദന ഉണ്ടായത്, ഓള് ഒരു ഭാഗത്ത് പോയി സൈഡായി. ഞാൻ എന്ത് ചെന്ന സ്പോട്ടിൽ തന്നെ ഞാൻ കടന്നതിൽ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. ആ ഉറങ്ങിയ ഗ്യാപ്പിൽ എന്ത് ചെയ്ത് അപ്പാണ് ഉറങ്ങി കുറച്ച് ഒരു 1/2 മണിക്കൂറോളം ഉറക്കം കിട്ടിയപ്പോഴേക്കാണ് മറ്റൊരു കണ്ണൂരത്തെ നമ്മളെ ടീംസുകൾ വന്നത്. അപ്പോൾ അത് കാരണം ചെറുതായിട്ടൊന്ന് ഉറങ്ങിയതുകൊണ്ട് എൻ്റെ ക്ഷീണം പോയി. അങ്ങനെ ഞാൻ പിന്നെ നാളത്തെ പ്രോഗ്രാമിനുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കുറെ കഴിഞ്ഞപ്പോൾ ഉറക്കം വന്ന് നമ്മൾ അങ്ങനെ ഉറങ്ങിപ്പോയി. ഇത് പറയുന്നത് എന്തിനാണെന്നറിയോ, നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എടുത്ത എഫേർട്ടുകളാണ് നമ്മൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അല്ലാതെ ഇത് വെറുതെ വീഡിയോ നീട്ടിക്കൊണ്ടുപോകാനോ അല്ലെങ്കിൽ വെറുതെ പൊന്നാരം പറയാനോ വേണ്ടിയിട്ട് വന്നിട്ടല്ല കേട്ടോ. അത് മാസങ്ങൾക്ക് ശേഷം നമ്മൾ അത് പറഞ്ഞിട്ട് വരുന്നല്ല. ഇതിന്റെ ലാസ്റ്റ് നിങ്ങൾക്ക് ഇതിന്റെ മനസ്സിലാവും ഇതെന്താണെന്നുള്ളത്. നമ്മൾ ഇതിന്റെ ഓഡിയോ പ്ലേ ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത്. അത് കഴിഞ്ഞ്
അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം മോർണിംഗിൽ എണീറ്റ് സൽമാൻ ഭായി വന്ന് നമ്മളെടുത്ത് വിളിച്ച് ചോദിച്ചു ഫുഡ് എന്താണ്, ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ അവരടുത്ത് പറഞ്ഞ് പിന്നെ അപ്പോഴേക്കും ഓരോരുത്തർ പ്രോഗ്രാമിൽ ഇങ്ങനെ എത്തി തുടങ്ങി. എത്തുന്നതിന്റെ മുന്നേ കൊണ്ട് ഞാനും ആരിഫി സൽമാൻ ഭായി കൂടി കൂടിയിട്ട് ഞങ്ങൾ ഇരുന്നിട്ട് ചർച്ച ചെയ്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ഇനി ഞാൻ എന്തൊക്കെയാണ് ഒരുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഓരോരുത്തർ ചോദിച്ചു ഇന്നത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ, പിന്നെ അവിടെ ചെയർ വേണം, 40 പേരുണ്ടാവും, അവരെ ഫാമിലി ഉണ്ടാവും, ടോട്ടൽ 80 ആൾക്കുള്ള ഫുഡ് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും ആളുകൾക്ക് ഇരിക്കാനുള്ള ഇത് സെറ്റ് അവിടെ വേണം. പിന്നെ അതേപോലെ മൈക്ക്, പിന്നെ നല്ല ദമ്മുള്ള ഒരു മൈക്ക് വേണം, സെറ്റ് വേണം, സ്പീക്കർ ഇത് സെറ്റായിട്ട് വേണം, സംഭവം ഇതായി കൊണ്ടുള്ള മൈക്ക് വേണം. പിന്നെ നമുക്കൊരു ടേബിൾ അവർക്ക് വേണം. പിന്നെ ഫ്ലക്സ് ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ ഫ്ലക്സ് അവിടെ സെറ്റാക്കാനുള്ള പിടിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ വേണം എന്നൊക്കെ അങ്ങനെയുള്ള ചർച്ചകളും കാര്യങ്ങളും നടത്തി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, വെറുതെ ഒന്ന് ഒരുക്കങ്ങൾ എന്തൊക്കെ അയക്കണം നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൽമാൻ, മഴ കേട്ടോ, നല്ല മഴയാണ്, പിന്നെ ഒക്കെ പോയി ഒക്കെ ഇതാക്കി. അതിന്റെ ഇടയിൽ നമുക്ക് വേറെ ഒന്നിനും പിന്നെ സമയം വേറെ ഒരു എന്താ പറയാ ഫോണുകൾ വന്നുകൊണ്ട് നമുക്ക് ഒരു എല്ലാരും വരുന്നവരാണ് കാസർഗോഡ്, ആർക്കും ഇത് ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവർക്ക് നമുക്ക് ലൊക്കേഷൻ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വന്ന വഴിക്കല്ല അവർ വരുന്നത്. ഇതിന്റെ യഥാർത്ഥ ഓണർക്ക് പോലും ഗൂഗിൾ കാണിച്ചു കൊടുക്കുന്ന വഴി ഏതാണ് കറക്റ്റ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അത്രയും ഉള്ളിന്റെ ഉള്ളിലാണ്. ഓരോരുത്തർ മേലെ കൂടെ വരുമ്പോഴേക്കും ഓരോരുത്തർ ഇപ്പുറത്ത് കൂടെ കറക്റ്റ് റോഡിൽ കൂടെ വരും. എന്നിട്ട് പറയാം ഞങ്ങൾ ഈ റബ്ബർ തോട്ടത്തിന്റെ മുകളിലുണ്ട് നിൽക്കുന്നു, ഞങ്ങള് മാപ്പ് ഇട്ട് വന്നാണ്, പക്ഷെ റബ്ബർ തോട്ടത്തിന്റെ ഇവിടെ എത്തിയിട്ടാണ് നിൽക്കുന്നത്, ഇനിയിപ്പോ എന്താ ചെയ്യാന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ എത്തിപ്പിക്കലും ഇത് നമ്മളല്ലേ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യണത്. അപ്പൊ ഇവരെ എത്തിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കാണല്ലോ. അപ്പൊ അവരൊക്കെ വിളിച്ച് ഒരു ഭാഗത്തേക്കാക്കി ഒക്കെ സെറ്റായി കഴിഞ്ഞിട്ടാണ് നമ്മൾ കുളിക്കാൻ തന്നെ നിൽക്കുന്നത്. എല്ലാവരും വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പരിപാടിയൊക്കെ തുടങ്ങി എല്ലാം റെഡിയാക്കി പിന്നെ കാര്യങ്ങളൊക്കെ എഴുതി അവരെ അഡ്മിഷന്റെ കാര്യങ്ങളും എല്ലാം റെഡിയാക്കി നമ്മള് ഹാളിക്ക് കയറി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ഓരോന്നായിട്ട്. അങ്ങനെ അല്ല, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഓരോരുത്തരും മൊമെന്റോകൾ ടേബിളിൽ നിരത്തി വെക്കുന്നൊരു അങ്ങനെ ചെയ്യണമല്ലോ. ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യണം, അങ്ങനെ ചടങ്ങായതുകൊണ്ടല്ല, അത് ചെയ്ത് വെക്കണമല്ല അതിന്റെ വൃത്തി, ഇന്ന് എടുത്ത് കൊടുക്കാൻ എളുപ്പമല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുമ്പോഴാണ് ഓരോന്ന് പൊട്ടിയിട്ട് അതിന്റെ ഗമ്മ് കറക്റ്റ് അല്ലാത്തത് കാരണം പൊട്ടിയിട്ട് കിടക്കുന്നത്. അത് ഒന്ന് പിന്നെ ഈ എരിപൊരി ആയിട്ടുള്ള പോയത് ഒന്ന്, പിന്നെ മഴ പെയ്തതുകൊണ്ടാണോ എന്നുള്ളത് അറിയില്ല. പിന്നെ ഒക്കെ പാക്കറ്റ് സെപ്പറേറ്റ് പാക്കറ്റ് തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മഴ പെയ്തതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, ഗമ്മ് മൊത്തത്തിന്റെ വിട്ടിട്ടുണ്ട്. ആ സമയത്താണ് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് ആകെ ഇതായത്. പിന്നെ ഗമ്മ് കൊണ്ടുവന്ന് ഒട്ടിച്ച് ഓരോരുത്തർക്ക് കൊടുത്ത് കാര്യങ്ങളൊക്കെ അത് നമ്മളൊരു ഇതിൽ ഇറങ്ങിയിട്ട് അവിടെ സ്റ്റോപ്പായി നിൽക്കല്ലോ വേണ്ടത്. അവരും അഡ്ജസ്റ്റ് ചെയ്തിരിക്കണേ, നമ്മളും അഡ്ജസ്റ്റ് ചെയ്തിരിക്കണേ. നമ്മൾ സ്റ്റോപ്പാകല്ലോ വേണ്ടത്. നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് അതാണല്ലോ നമ്മൾ നോക്കേണ്ടത്. അത് ക്ലിയർ ചെയ്ത് പ്രോഗ്രാം ഞങ്ങൾ ഭംഗിയാക്കി നടത്തി. അതിന്റെ ഇടയിൽ മഴ പെയ്തു, ലാസ്റ്റ് ആയപ്പോഴേക്കും മഴ പെയ്ത്. പിന്നെ ഇതിന്റെ ഇടയിൽ കുറെ ആളുകൾക്ക് ഇഷ്ടമല്ലാത്ത കുറെ ഈഗോ പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർ വലിയ പ്രോഗ്രാമിനൊക്കെ അറ്റൻഡ് ചെയ്ത ആളുകൾ, ഞങ്ങൾ ഈ തുടക്കക്കാരെന്നെ ഇത്ര വലിയൊരു റിസോർട്ടിക്ക് വന്നിട്ട് ഇങ്ങനെ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ മാത്രം ഇവർ വളർന്നോ, ഇവരായോ? പക്ഷെ ഞങ്ങൾ പറഞ്ഞ സമയത്ത് ഇവരൊക്കെ വന്നിട്ടുണ്ട്. ഇവര് വേറെ പ്രോഗ്രാം ആളുകളായിരുന്നു. അത് ഒഴിഞ്ഞു നോക്കാന്നുള്ളതിൽ വന്നവരുണ്ട്. നമ്മള് എല്ലാരും ഒരു മുൻധാരണയിൽ നമ്മൾ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും നമ്മൾ പ്രോഗ്രാമിന് ക്ഷണിച്ചു, അവരെല്ലാവരും പ്രോഗ്രാമിന് വരിക, നമുക്ക് പ്രോഗ്രാം ഭംഗിയാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൽ ഓരോരുത്തരെ ഫേസ് കണ്ടാൽ നമുക്കറിയാലോ. നമ്മൾക്ക് ഇപ്പോൾ കുറെ ആളുകളായിട്ട് നമ്മൾ ഇതായിട്ടുണ്ട്, കുറെ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തതും കാരണമൊക്കെ ആയിട്ട് നമുക്ക് ഓരോരുത്തരുടെ ഫേസും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം. എന്നാലും നമ്മൾ അത് മനസ്സിന്റെ ഉള്ളിലേക്ക് കൊടുക്കാതെ ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് തന്നെ നമ്മൾ അവരൊക്കെ വെൽക്കം ചെയ്ത് അവിടെ ഇരുത്തി എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ തന്നെ ലാസ്റ്റ് പോകുന്ന സമയത്ത് നമ്മൾ അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും ഇത് നമുക്ക് ഈ ഒരു പ്രോഗ്രാം ചെയ്യാനുള്ളത് ഈ ഒരു പിന്നെ വേദി നമുക്ക് ഒരുക്കി തന്നതും നമുക്ക് ഇപ്പൊ ഉച്ചക്ക് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. ആ ബിരിയാണി അവരൊരു പുതിയ റെസ്റ്റോറൻ്റ് ഒക്കെ അവർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അന്ന് ഓപ്പൺ ചെയ്തിട്ടില്ല. പിന്നെ അതിന്റെ സെറ്റപ്പും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ ഞങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെയാണ് ഫുഡും കാര്യങ്ങളും തന്ന് എല്ലാം കഴിഞ്ഞ് ഞങ്ങള് കളിയും പാട്ടും മത്സരങ്ങളും അതിന്റെ ഇടയിൽ മൊമെന്റോ കൊടുക്കലും അതിന്റെ ഇടയിൽ കുറച്ച് സ്റ്റേജിൽ കയറാത്ത ആൾക്കാരും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുപോലെ മീറ്റ് പങ്കെടുക്കാത്ത ആളുകളൊക്കെ നല്ല രീതിയിൽ അന്ന് പിന്നെ സംസാരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ മൈക്ക് കിട്ടിയിട്ട് സംസാരിക്കാനും പേടി തീരാനും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഓപ്പൺ ആയിട്ടും ഇതായിട്ട് കളിച്ചിരിയൊക്കെ സ്റ്റേജിൽ വന്നിട്ട് ഒരു പേടിയില്ലാത്ത രീതിയിൽ, കാരണം ഞങ്ങൾ രണ്ടാളല്ലേ എന്നുള്ളതും ഭാര്യ ഭർത്താവല്ലേ. പിന്നെ ഞങ്ങള് 6 അഡ്മിന്മാരുണ്ടായിരുന്നു.
പിന്നെ നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു അന്നത്തെ ദിവസം. എല്ലാ ദിവസം മാത്രമല്ല അവർ അവിടെ വരെ അവിടെ എത്തി അവിടുന്ന് പിരിഞ്ഞു പോരുന്നത് വരെ നല്ല സപ്പോർട്ട് തന്നെയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് നമ്മൾ നോക്കണ്ട, അത് നോക്കണ്ട, അതൊരു പരിപാടി ആവുമ്പോൾ പരിപാടി കഴിഞ്ഞതിന്റെ ശേഷം എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് പിന്നെ എന്താ പറയാ മഴ പെയ്ത് ലാസ്റ്റ് എല്ലാവരോടും വീഡിയോ എടുക്കാൻ പറഞ്ഞു. അതിൽ ലാസ്റ്റ് മഴ പെയ്തപ്പോൾ ഞങ്ങൾ തന്നെ അത് ബ്ലോക്ക് ആക്കി. കാരണം എന്താ വെച്ചാൽ അപ്പുറത്തെ പിന്നെ മഴയത്ത് പോകുമ്പോൾ നല്ല മഴ അന്ന് ഇതുവരെ ഇല്ലാത്തൊരു മഴ. എന്നിട്ട് മഴ പിന്നെ അപ്പോൾ എടുക്കേണ്ടവർക്ക് എടുക്കാം, അല്ലാത്തവർക്ക് ഒഴിവാകാം. പക്ഷെ എടുത്തവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ട് ഇതിന്റെ എല്ലാ ഡീറ്റെയിലും നമ്മളെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. അത് എടുത്തുകൊണ്ട് എല്ലാവരും വീഡിയോ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി അങ്ങനെ തന്നെ പിരിയും ചെയ്ത് അന്നത്തെ ദിവസം അത് അങ്ങനെ കഴിഞ്ഞു. അതിന്റെ ഇടയിൽ ഓരോരുത്തർ പല രീതിക്കും എൻജോയ് ചെയ്യലും പല രീതിക്കും പല ഒക്കെ അവരവരെ. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, 11 മണിയായി ഞങ്ങൾ ഇവിടെ തിരൂരെത്തുന്ന സമയത്ത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അന്നത്തെ ദിവസം ഉറങ്ങി. പിറ്റേ ദിവസം സുബഹിക്ക് തന്നെ ഞാൻ എണീറ്റിട്ട് നേരത്തെ പോയി. കാരണം വെച്ചാൽ 7-ാം തീയതി ഞാൻ അവിടെ എത്തില്ല, എൻ്റെ ഷോപ്പിൽ ഞാനില്ല. അപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 8-ാം തീയതി ഉദ്ഘാടനത്തിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ ഞാൻ അന്ന് പോണ സമയത്ത് തന്നെ ഞാൻ ഗ്രൂപ്പിലൂടെ ഞാൻ പറഞ്ഞിരുന്നു 2-3 ദിവസത്തിന് ഞാൻ ഇതിലുണ്ടാവില്ല, ആക്റ്റീവ് ആവില്ല. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വോയിസ് ഇട്ടുകൊണ്ട് ഞാൻ റീപ്ലൈ തന്നോളാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അത് പറഞ്ഞിട്ടാണ് നമ്മൾ പോണത്. എന്നിട്ട് അങ്ങനെ അന്നത്തെ ദിവസം പിന്നെ അന്ന് രാത്രിക്ക് വരുന്നത് പിന്നെ എത്രയാണ് 3:30-3:45 അവിടുന്ന് ഷോപ്പിൽ നിന്ന് ക്ലോസ് ചെയ്ത് വരുന്നത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് എല്ലാ ദിവസങ്ങളിലും 9-ാം തീയതി ഷോപ്പ് ഓപ്പൺ ചെയ്ത മുതൽക്ക് എല്ലാ ദിവസവും വരുന്നത് കാലത്ത് പോകൽ എന്തായാലും 9-10 മണിയുടെ ഉള്ളിൽ അവിടെ എത്തണം. പിന്നെ വരുന്നത് 2:30-3 മണി 2:30-3 മണി എന്നുള്ള ലെവലിലേക്കാണ് രണ്ടാഴ്ച വന്നുകൊണ്ടിരുന്നത്. അതിന്റെ ഇടയിൽ ആണ് ഇവിടുത്തെ ടെസ്റ്റുകൾ വന്ന് മറിയുന്നത്. ഈ ടെസ്റ്റുകൾ വന്ന് മറിയുന്ന പറഞ്ഞാൽ എന്റെ ജോബ് അല്ല കേട്ടോ, എന്റെ ജോബിന്റെ ടെസ്റ്റ് അല്ല ഞാൻ പറയുന്നത്. നമ്മളിപ്പോ ഈ ഒരു പ്രോഗ്രാം നടത്തിയതിന്റെ ടെസ്റ്റുകൾ വന്ന് നിറയുന്നതും പിന്നെ പ്രശ്നങ്ങൾ തുടക്കം കുറിക്കുന്നു. പക്ഷെ നമ്മളിത് അറിയില്ല, കാരണം നമ്മളടുത്ത് കളഞ്ഞല്ല, നമ്മള് ഉദ്ദേശിക്കുന്നില്ലല്ലോ. ഞാൻ അതിന്റെ ഇടയിൽ പറയുന്നുണ്ട്, ഞാൻ അടുത്ത ആഴ്ച പിന്നെ നമ്മളെ പിന്നെ ഇതിന്റെ കണക്ക് ഞാൻ നിങ്ങളെ അവതരിപ്പിക്കട്ടോ. ഇത്രയും നമ്മളെ എല്ലാവരും നമ്മൾ നിങ്ങളെ കളക്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ ക്യാഷിന്റെ കയ്യിലുണ്ട്, നമ്മൾ അതിന്റെ സാധനം ഫുള്ള് വാങ്ങിച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് കിട്ടിയതിന്റെ ക്യാഷിന്റെയും മറ്റുള്ള വന്നതിന്റെ ക്യാഷിന്റെയും കണക്ക് ഞാൻ നിങ്ങളെ അവതരിപ്പിക്കാം എന്നുള്ളത് ഞാൻ ഇതിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നല്ല രീതിക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ ഇടയിൽ വേറെ ഇത് പ്രോഗ്രാം കൊളാക്കണം എന്ന് വിചാരിച്ച് ഈ പ്രോഗ്രാം നമുക്ക് പിടിച്ചു തന്ന, ആ ഏരിയ പിടിച്ചു തന്ന, ആ റിസോർട്ട് പിടിച്ചു തന്ന ആ വ്യക്തി തന്നെ പറഞ്ഞു തന്ന ആ വ്യക്തി തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതെ, അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. കാരണം വിശ്വസിക്കാൻ എളുപ്പമാണ്. ആ ഒരു സ്ത്രീ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ആരും വിശ്വസിച്ചു പോകും. കാരണം അവരാലാണ്, അവരറിയുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ഈ ഇത് തന്നിക്കുന്നത്. അപ്പം ഞങ്ങളുണ്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങളെ കയ്യിൽ എത്ര തന്നിക്കുന്നത്? 25,000 രൂപ. 25,000 രൂപ ഞങ്ങൾക്ക് ഇതിന്റെ ക്യാഷ് കിട്ടിയിട്ട് 1 രൂപ പോലും ഇവർക്ക് ആർക്കും കൊടുത്തില്ല എന്നുള്ള വെറും 185 രൂപ മാത്രമേ ഞങ്ങൾ അതന്നെ അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി അവര് ഈ മുണ്ടാതെ നിൽക്കുന്നതിന്റെ ഉദ്ദേശം അവർക്ക് 25,000 രൂപ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പുറത്തു കൂടെ പറഞ്ഞിട്ട് ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ആളുകളെയും തെറ്റിദ്ധരിപ്പിച്ചിട്ട് പല ആളുകളും നമ്മളെ അടുത്ത് ആ രീതിക്കാണ് പിന്നെ പെരുമാറാൻ തുടങ്ങിയത്. നമുക്ക് അറിയുന്നില്ല, നമുക്ക് മനസ്സിലാകുന്നില്ല ഇതാണ് സംഭവം എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. അങ്ങനെ ഇത് അറിയുന്നത് എപ്പോഴാണെന്ന് അറിയോ? അവര് ഭയങ്കര ഇറിറ്റേഷനോട് കൂടിയിട്ട് നമ്മളോട് പെരുമാറുക. ഇതിലുണ്ടായിരുന്ന ആളുകളൊക്കെ നമ്മളെ ആ പ്രോഗ്രാമിന് വന്നിട്ട് നാസറാക്കിയും ആരിഫാത്തിയും കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വേദി കിട്ടി, ഇങ്ങനെ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റി, ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കിട്ടുന്നത്. ഞങ്ങളെ ഇത്രയും ഉയരങ്ങളിലേക്ക് എത്തിച്ചു തന്ന ആരിഫാത്താക്കും നാസർക്കാക്കും ഒരുപാട് നന്ദി പറഞ്ഞിട്ട് പോയ ആളുകള് 2 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് നേരെ തിരിച്ചാണ്. പക്ഷെ അവറ്റങ്ങള് പാവങ്ങളായിട്ടല്ല, അവര് ഒരാൾ പറയുന്നത് മാത്രം വിശ്വസിക്കാൻ പാടില്ല, ചോദിക്കാലോ അവർക്ക്. അല്ല, ഞാൻ ഇതില് ഒരു കാര്യങ്ങൾ പറഞ്ഞോട്ടെട്ടാ. ഇക്ക പറഞ്ഞതിന്റെ കൂടെ ഈ വരുന്നത് റമദാൻ മാസമാണ്. ഞങ്ങളെ പരിപാടി കഴിഞ്ഞിട്ട് ഇപ്പൊ 5-6 മാസമായി, 4-5 മാസങ്ങളായി. ഈ 4-5 മാസങ്ങളും തെറ്റിദ്ധരിച്ചിട്ട് ഞങ്ങളെ പറ്റിയിട്ട് ഞങ്ങൾ പൈസ മുക്കിയെന്നും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് അവരെ മനസ്സിൽ വെച്ചിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. അത് ഇസ്ലാമികപരമായിട്ട് ഞാൻ ചോദിക്കണം, അത് ശരിയാണോ? പിന്നെ രണ്ടാമത്തത്, ഇനിയിപ്പോൾ വരുന്നത് റംസാൻ മാസം. ഇപ്പോഴും അവർ ഇന്നും ഇത് ഞങ്ങൾ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഈ തെറ്റിദ്ധാരണ മറ്റുള്ളവരുടെ മുന്നിൽ ഈ മാസത്തിന് മുമ്പായിട്ട് നമുക്കത് പറഞ്ഞു തീർക്കണം. ഇത് വിശ്വസിക്കുന്നവർ വിശ്വസിക്കാം, അല്ലാത്തവർ വിശ്വസിക്കണ്ട. ഈമാൻകാരും അല്ല, ഇസ്ലാംകാരും അല്ല. ഇനി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ വരുന്നുമില്ല.
ഇതിൽ കൂടുതലായിട്ട്. അത്രേ ഉള്ളൂ. ഇത് ഞങ്ങൾ പറയാൻ കാരണം ഇങ്ങനൊരു സംഭവം ഇപ്പൊ അടുത്തും കൂടെ വന്നത് കാരണം ഇപ്പോഴും ഇന്നലെ വന്നിട്ടുണ്ട്. സൈബർ അറ്റാക്കിൽ കൂടെ വരുന്നുണ്ട്, മറ്റുള്ള രീതിയിൽ കൂടെ വരുന്നുണ്ട്, ശാപങ്ങളായിട്ട് വരുന്നുണ്ട്, വാട്സപ്പ് കൂടെ വരുന്നുണ്ട്, പല രീതിയിൽ കൂടി. പക്ഷെ എന്റെ അടുത്ത് അത് കേൾക്കൂല, ഇക്കാര്യത്തിൽ തീരെ കേൾക്കൂല. അത് വേറെ കാര്യം. നമ്മൾ മെയിൻ ചെയ്യാതെ നമ്മൾ നമ്മളതായിട്ടുള്ള ഇത് പോകും. നമ്മൾ ഒരുപാട് വർത്താനം പറഞ്ഞ് തിരിച്ചെടുക്കുന്ന നമ്മൾ കേൾക്കൂലെന്ന് പറയുന്നത്. കാരണം നമ്മൾ ചെയ്താലല്ലേ നമുക്കത് വിഷമായിട്ട് വരുള്ളൂ. ഇപ്പോഴും ഇത് വരാൻ കാരണം നമ്മൾ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ, അതായത് നമ്മൾ ഈ ക്യാഷിന്റെ അത്യാവശ്യം നമുക്ക് വന്നപ്പോൾ, ജപ്തി വന്നപ്പോൾ, നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നപ്പോൾ അതിന്റെ മുമ്പിൽ ആൾ കൊടുന്ന് ഇടാൻ ഉണ്ടായ ആ മനസ്സുണ്ടല്ലോ ആ വ്യക്തിന്റെ, അത് കണ്ടപ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടം. ഞാൻ ആളെ പൊക്കി പറയല്ല, ഉയർത്തി പറയല്ല. ആ ആൾക്ക് തെറ്റിദ്ധാരണ പുറത്താണ് ആള് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അടുത്തൊരു കമന്റിൽ ആള് എഴുതി വിട്ടിട്ടുണ്ട്. അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, ആ വ്യക്തിക്ക് ചോദിക്കായിരുന്നു എന്നുള്ളത് മാത്രമല്ല, ആ ആൾക്ക് ഇതിൽ യാതൊരു ഇൻവോൾവും ഇല്ല. അയാൾക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ചോദിക്കേണ്ട ആവശ്യമില്ല, വരുന്നില്ല. ഇതിൽ പങ്കെടുത്തിട്ട് അന്ന് അവിടെ വന്നിട്ട് ബിരിയാണി തിന്നു പോന്ന ആള് ഇതിനെ കുറിച്ചിട്ട് മറ്റവനോട് പറഞ്ഞ ആ വ്യക്തിന്റെ, ആ പെണ്ണുണ്ടല്ലോ, അവളാണ് അതിന്റെ തെറ്റുകാരി. അവർക്ക് ഇവനോട്, അതായത് ഈ ചാനൽ നടത്തുന്ന ഇവള് യൂട്യൂബർ തന്നെയാണ്, അവന് യൂട്യൂബർ തന്നെയാണ്. അപ്പൊ ഈ യൂട്യൂബർ തമ്മിൽ പിന്നെ എന്നെ കുറിച്ചിട്ട്, ഞാൻ അതിൽ ഉൾപ്പെടാത്തടത്തോളം കാലം എന്നെ കുറിച്ചിട്ട് അവർക്ക് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. അതും പ്ലസ് പൈസനെ പറ്റിയിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വന്നതിന്റെ പേരിലാണ് ഇപ്പൊ ആ വ്യക്തിക്ക് പൈസ എന്നോ കിട്ടിക്കുന്നത്. പൈസ കിട്ടലും കഴിഞ്ഞ്, അവളെ കാര്യം കഴിയലും കഴിഞ്ഞ്, അവളെ കറങ്ങലും കഴിഞ്ഞ്, അതിൽ ഉൾപ്പെടുന്ന പൈസ നമ്മളിവിടെ കൊടുത്തും ചെയ്തു. അതില് പറഞ്ഞത്, താത്ത ഞങ്ങൾക്ക് ഞാൻ ആ പൈസ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട് ഞാൻ കടം മേടിച്ചതാണ്. അപ്പൊ നിങ്ങൾ ആ പൈസ നിങ്ങളൊന്നും ഇങ്ങോട്ട് അയച്ചു തരുമോ, എന്നൊക്കെ അതങ്ങോട്ട് കൊടുക്കാറുന്നേ. ഞാൻ ഓലോട് അതാ അങ്ങനെ പറഞ്ഞിട്ട് കൊലിപ്പീന്ന് ഇറക്കിയിട്ട് നിന്നീന ആ താത്തക്കുട്ടിയാണ്. നമുക്ക് ഇപ്പുറത്ത് കൂടെ നേരെ നമ്മളോട് ഇത് പറയും, നേരെ അപ്പുറത്ത് കൂടെ പോയിട്ട് എന്ത് ചെയ്യും, പിന്നെ നമുക്ക് ഓർമ്മയില്ല. പിന്നെ ഈ വ്യക്തി എന്ത് ചെയ്യുന്നത്, ഇപ്പൊ എന്താ ചെയ്യുന്ന വെച്ചാല്, എന്റെ ചാനലില് ഷോർട്ടിലൊക്കെ വന്നിട്ട് 400 ഇടും. പക്ഷെ ഈ ചാനലിന്റെ നെയ്മായി നമുക്കറിയില്ല. ഈ ചാനലിൽ 400 എന്ന് പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവില്ല. കാരണം എന്താ വെച്ചാല്, നമ്മൾ ഈ പ്രോഗ്രാമിന് കുറച്ച് ആളുകൾക്ക് മൊമെന്റോ ട്രോഫി ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിരുന്നില്ലേ. അപ്പൊ ആ കിട്ടാത്ത ഒരു വ്യക്തിയാണ് ഈ കുട്ടി. ഈ കുട്ടിക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പൈസ അയച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഇത് കൊടുക്കാനോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യത്തില് മറന്നു പോയതാണ്. ഞാൻ അതിന്റെ ഇടയിൽ ആ കുട്ടിക്ക് ഞാനൊരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. 6-ാം തീയതി ഞാൻ എന്ത് ചെയ്യാം, ശമ്പളം കിട്ടുമ്പോ എന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇത്രയും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അത് ഇനിയിപ്പോ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല, നമുക്ക് 185 കൊടുക്കേണ്ടി വരുള്ളൂ. അവർക്ക് വേണ്ട ഇതാണ് നമ്മൾ ഈ അടിച്ചിട്ടുള്ളത്. ടാഗും ബാഡ്ജും മൊമെന്റോ പിന്നെ കിട്ടാത്ത ആളുകൾ 3 പേരാണ് ഉണ്ടായിരുന്നത്. ആ 3 പേർക്ക് നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്ത്, 2 പേർക്ക് നമ്മൾ ക്യാഷ് അയച്ചു കൊടുത്ത്. 3-ാമത്തെ ആളത് സത്യത്തിൽ കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മളത് മറന്നുപോയി. ഈ 6-ാം തീയതി എന്നുള്ള ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ശമ്പളം കിട്ടിയിട്ട് കൊടുക്കാന്നുള്ളത് ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കയ്യിൽ വേറെ വരുമാനം വരാനില്ല. അപ്പൊ അത് കണ്ടിട്ടാണ് നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് കിട്ടിയിട്ട് മറ്റുള്ളവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ വേറൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാല്, നമ്മള് പിന്നെ ക്യാഷ് എല്ലാവരുടെ അടുത്തുനിന്നും കളക്ട് ചെയ്ത് ഇത് കണക്ക് കൂട്ടി ഞാൻ തിരക്കപ്പെട്ടത് കാരണം എന്നൊക്കെ പറഞ്ഞത്. എന്നിട്ട് ഞാൻ അവരുടെ അടുത്തും പറഞ്ഞത്, ശമ്പളം കിട്ടിയിട്ട് 5-ാം തീയതി കഴിഞ്ഞിട്ട് 6-ാം തീയതി നിങ്ങളെ ക്യാഷ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാല്, ഞാൻ അപ്പൊ ആ സമയത്ത് നമ്മൾ ഇതെന്ന് എടുത്തിട്ടാണ് അങ്ങോട്ട് വണ്ടിക്ക് അടിക്കലും ഓടലും എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ഇവർക്ക് കൊടുക്കാനുള്ള പിന്നെ ഇത്തരം സാധനങ്ങൾ നമ്മളൊക്കെ അടിക്കണതൊക്കെ ഇതൊന്നും ക്യാഷ് കിട്ടാത്തതാണ്. ഇതിൽ ആ മൊമെന്റ് പറ്റിയ ഇതൊന്നും നമ്മൾ ക്യാഷ് കിട്ടാത്ത നമ്മളെ കയ്യിൽ നിന്ന് അടിച്ചുണ്ടാക്കിയ സാധനങ്ങളാണ്. ഇനി കുറെ ഉണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഇതിൽ ഇവിടെ ഉണ്ട്, ഇതിലൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇരിക്കണം, ഇതിനൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് അങ്ങോട്ട് കൊടുത്തതാണ്. നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷാണ് മുടങ്ങി കിടക്കുകയാണ്. അവരെ നിന്ന് ക്യാഷ് വാങ്ങിച്ചതാണ് അവർക്ക് കണക്കുള്ളൂ. നമ്മൾ തന്നെ ചെലവായതിന് കണക്കും കാര്യങ്ങളൊന്നുമില്ല. ഓടിയതിനും കണക്കില്ല, റിസ്ക് എടുത്തതിനും കണക്കില്ല, അതിനൊന്നും കണക്കില്ല. പോട്ടെ, നമ്മളൊരു ഗ്രൂപ്പ് ആകുമ്പോൾ അതൊക്കെ വേണമെന്ന് എഴുതിയിട്ട് നിന്നതിന് സെറ്റാക്കി എടുക്കാന്നും കരുതിയിട്ട്. എന്നിട്ട് ഇവർക്ക് തിരിച്ചു കൊടുക്കേണ്ട പിന്നെ കണക്ക് കൂട്ടിയിട്ട് ഞാൻ എല്ലാവരുടെ അടുത്തും വോയിസ് ഇട്ടിട്ട് പറഞ്ഞു 185 രൂപ എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞു. അതിലൊരു 3 അഡ്മിന്മാര് പിന്നെ ആരിഫാന്റെ ഒരു ഫ്രണ്ടും വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കത് വേണ്ട, ആ 185 ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ അതിൽ എഫേർട്ട് എടുത്തത് നമുക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾ അതിൽ എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാമെന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ പുറമെ പിന്നെ വേറൊരാളും കൂടി എത്രയാണ് ഒരു നമ്മൾ വർക്ക് പിടിച്ചെന്ന് കഴിഞ്ഞാൽ കമ്മീഷൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കമ്മീഷൻ കൊടുക്കാന്ന് പറഞ്ഞത്തെ വർക്ക് മീൻസ് ഉദ്ദേശിച്ച് ഇതൊക്കെ സ്പോൺസർ ആക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മീഷൻ തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ആളും എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ആ ക്യാഷും എനിക്ക് വേണ്ട, അതും നിങ്ങൾ എടുത്തോളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ തന്ന കൂട്ടത്തിൽ നമ്മൾ എന്താക്കി, ആ ക്യാഷ് എനിക്ക് അപ്പൊ നല്ല ബുദ്ധിമുട്ടുള്ള സമയട്ടോ, നല്ല പ്രശ്നങ്ങളും എന്റെ ബുദ്ധിമുട്ട് തീരാത്ത ബുദ്ധിമുട്ടുകളുണ്ട് എനിക്ക്. പക്ഷെ എങ്കിലും ആ സമയത്ത് ഞാൻ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഞാൻ എന്താക്കി, ഞാൻ ആ ക്യാഷ് എടുത്തിട്ട്
എടുത്തിട്ടുണ്ടായിരുന്നു. എടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അവിടുന്ന് കിട്ടിയ പൈസകളൊക്കെ നമ്മൾ ഇതൊക്കെ തന്നെ കലക്കിക്കാണ്. പിന്നെ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട 185 രൂപയാണ് തിരിച്ചു കൊടുക്കാണ്ടായിരുന്നത്. അത് ഞാൻ സാലറി കിട്ടിയിട്ട് തരാമെന്ന് അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാലറി കിട്ടിയ ദിവസങ്ങളിൽ തന്നെ എല്ലാവർക്കും നമ്മൾ അയച്ചു കൊടുത്തു. അതിൽ വേണ്ടാന്ന് പറഞ്ഞ ആളുണ്ട്, നമ്മളെ അഡ്മിനായിട്ടുള്ള ആള് നമ്മളടുത്ത് വേണ്ടാന്ന് പറഞ്ഞിരുന്നതാണ് ആ ക്യാഷ്. അതായത് വേണ്ടാന്നുള്ളത് വായ തുറന്ന് പറഞ്ഞിട്ടില്ല, എഴുതി വിട്ടിട്ടില്ല. ഒരാളതിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് കൊടുത്തപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ആളും വന്നിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് കണക്കൂട്ടി എന്താക്കി, അവളും വേണ്ടാന്നാണ് പറഞ്ഞിരിക്കണമെന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആൾക്കും വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നമുക്ക് നമ്മളെ മേലെ കയറി നിൽക്കാനുള്ള ശത്രുക്കള് ഇതിന്റെ ഇടയിൽ കൂടെ ഇതില് അപ്പോഴേക്ക് തുടങ്ങി. അവര് പ്ലാൻ അല്ല, അവര് അപ്പോഴേക്കന്നെ തുടങ്ങി എന്ത്, ഇവിടെ ഇവരിങ്ങനെ ഈ ഒരു ലെവലിക്ക് ഇത്ര നമ്മൾ അത്ര പോലും മീറ്റപ്പ് പോലും പങ്കെടുക്കുക, അത്ര പോലും നമ്മളെ പോലെ ഇതിന്റെ ഇടയിൽ വേറെ കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരു കാര്യം മനസ്സിലായി എന്ത്, ഇതിൽ എത്ര പേര് നമ്മളെ കൂടെ നിന്നിട്ടുണ്ടെന്നും നമ്മൾക്ക് പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി നമ്മളെ കൂടെ അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും മനസ്സിലാക്കാൻ പറ്റി. അതുകൂടാതെ നമ്മളൊപ്പം കളിച്ച് ചിരിച്ച് നിന്നവർ നമുക്ക് ബാക്കിലിട്ടിട്ട് എത്ര ആൾക്കാർ പണി തന്നിട്ടുണ്ടെന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ അത് നമ്മൾ വിളിച്ച് പറയാനോ അവരോട് പോയി പറയാനോ ഇതാക്കാനോ നമ്മൾ നിന്നിട്ടില്ല. ഇതിപ്പോ ഞങ്ങളിപ്പോ ഇത് വിഷയം കൊണ്ട് വന്നത് എന്താ വെച്ചാല്, പിന്നെയും പറയാട്ടോ, ഞാൻ ഇപ്പോൾ പറയുമ്പോൾ വിഷയം നിങ്ങൾക്ക് ഓവറായി പോകണ്ടെന്ന് കരുതിയിട്ട് ഞാൻ പിന്നെയും പറയാണ്. അതായത് പിന്നെ 25,000 രൂപ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ക്യാഷ് എന്ത് ചെയ്തു? നിങ്ങൾ ഇത്രയൊക്കെ ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇത്രയും നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും ചെയ്തില്ലേ? അപ്പൊ അതിന്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്രയും പറഞ്ഞു വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ മുന്നേ അവരുടെ വോയിസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നിങ്ങളെ കൈക്ക് പൈസ ഇഷ്ടം പോലെ 10,000 ഇപ്പോൾ എണ്ണിങ്ങാട്ട് തന്നിട്ടില്ലേ? ഇനി എല്ലാതും ഞങ്ങൾക്ക് പറഞ്ഞുതരണോ? ഇഞ്ഞെക്കാട്ടിൽ നിങ്ങൾക്ക് അറിയില്ലേ? അസ്സലാമു അലൈക്കും. നാസർക്ക, നമ്മുടെ സ്ഥാപനത്തിൽ നിങ്ങൾ ഒരു പ്രോഗ്രാം നടത്തി. അതിന് 1 രൂപ പോലും നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല, 1 രൂപ പോലും ഞാൻ തന്നിട്ടില്ല. എന്നോട് ചോദിക്കുന്ന ആളുകളോടൊക്കെ ഞാൻ പറയുന്ന കാര്യമാണ്, എന്നോടൊരു രൂപ പോലും ആവശ്യപ്പെട്ടിട്ടില്ല, ഞാൻ പൈസ കൊടുത്തിട്ടില്ല. സത്യമാണത്. അത് ഹക്കായ കാര്യമാണല്ലോ, അത് ഹക്കായ കാര്യമാണത്. 1 രൂപ ചോദിച്ചിട്ടില്ല, കൊടുത്തു. 2 ദിവസം മുന്നേ ആ വ്യക്തിനെ നമ്മളെടുത്ത് നാടകം കളിച്ചിട്ടുണ്ട്. ഒരു സമയത്ത് നമ്മളെ ബുദ്ധിമുട്ടിച്ചു. ഞാൻ പറഞ്ഞു, ഞാനേ ക്യാഷ് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ എങ്ങനെയാ വെച്ചാല് പുള്ളി അതിനുള്ള മറുപടി എന്റെ അടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാ വെച്ചാല് പുള്ളിയുടെ അടുത്ത് ഞാൻ ചോദിച്ചത്, ഇവരൊക്കെ പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ പോകുന്ന ആളുകളാണ്. ഇവരൊക്കെ ഓരോ ദിവസം മെനക്കെട്ടിട്ട് വന്നിട്ട് വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ അതിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ അവർക്ക് എന്തെങ്കിലും ചില്ലറ അവർക്ക് കൊടുക്കേണ്ടി വരും കേട്ടോ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തരണമെന്നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞേ എന്ന് വെച്ചപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ഇപ്പോൾ വാപ്പാൻ്റെ ആണ്ടാണ് വരുന്നത്, അപ്പോൾ അത് ഞങ്ങൾ 3 മക്കളും കൂടിയിട്ടാണ് നടത്തുന്നത്. ഞങ്ങൾക്ക് വലിയൊരു ഭാരിച്ച ചിലവ് വരുന്നുണ്ട്. ഇവിടെ പിന്നെ ഈ മഹല്ല് മൊത്തം പിന്നെ വിളിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് വരുന്നത്. അപ്പോൾ അത്രയും ഒരു ക്യാഷ് ഞങ്ങൾക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഫുഡിൻ്റെ കാര്യം പറഞ്ഞത് കാരണം ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഖത്തറിലെ ഹോട്ടലുണ്ട്. അപ്പോൾ അത് കാരണം ഫുഡ് സെർവ് ചെയ്യാൻ എനിക്കൊരു അത്രയും ഇഷ്ടമാണ്, ഒരാൾക്കൊരു ഫുഡ് കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഫുഡ് തരാം, വേറെ എന്നോടൊന്നും ചോദിക്കരുതേ എന്നുള്ളതാണ് പുള്ളി പറഞ്ഞിരിക്കണത് എന്നുള്ളത് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ ഭർത്താവ് പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് വിഡ്ഢിത്തരം പറ്റിപ്പോയി, ഓൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തും തരുന്ന ആളാണ് എന്നുള്ളത് എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാ ഒരു പണി ഭർത്താവിനെ കൊണ്ട് ചോദിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആളും എല്ലാം കൂടെ എസ്കേപ്പ് ആയിട്ട് പറഞ്ഞു, നിങ്ങൾ ചോദിച്ചിട്ട് തരൂല എന്ന് പറഞ്ഞ സാധനമല്ലേ, അപ്പം എൻ്റെ ഭർത്താവ് ചോദിച്ചാലും കിട്ടും. പ്രോഗ്രാമിന് പോണതിൻ്റെ 2 ദിവസം മുന്നേ ആരിഫാക്ക് ഞാൻ ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് 2 ദിവസം മുന്നേ കൊണ്ട് ആരിഫാക്ക് ഒരു കോള് വന്നിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു കോള്. ഞങ്ങളെ ഈ പ്രോഗ്രാമിന് എനിക്ക് വരാൻ പറ്റൂല, അപ്പോൾ പിന്നെ എടി മുത്തേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടി മാളെ ഞാൻ വരുന്നില്ലെങ്കിലും റെക്കോർഡ് ഉണ്ട്.
എടി മാളെ ഞാൻ വരുന്നില്ലെങ്കിൽ എടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും 2000 ഉറുപ്പ്യ വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, എടി മാളെ എത്ര ഉറുപ്പ്യാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടോട്. അപ്പൊ പറഞ്ഞു 2000 എങ്കിലും കൊടുക്ക് ഇജ് കൊടുക്കിട്ടോന്ന് ഞാൻ ഓനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കിട്ടാൻ സാധ്യത ഉണ്ട് കേട്ടോന്ന് പറഞ്ഞു. ആ ഫിത്തന ഉണ്ടല്ലോ, ഇവിടെ പറഞ്ഞ ഫിത്തന ഉണ്ടല്ലോ, ആ ഫിത്തന അവർക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആളുകൾ എത്തി പറഞ്ഞപ്പോ പ്രോഗ്രാമിന് വരൂലെന്ന് പറഞ്ഞു തന്നീന കുറച്ച് ആളുകളുണ്ട്. അവരെന്ത് ചെയ്തു, അഥവാ സെലിംകുമാർ പറഞ്ഞ പോലെ അഥവാ കൊടുത്താലോ എന്നുള്ള ലെവലില് ബിരിയാണി പൈസ ഉണ്ടാക്കി അവര് നമുക്ക് തന്ന് എന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ വരുന്നുണ്ട് എന്നിട്ട് ആണ് പിന്നെ അവര് എന്താ വെച്ചാല് 2000 എങ്കിലും കിട്ടുട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ആ കിട്ടുട്ടോ എന്ന് പറഞ്ഞപ്പോ സെലിംകുമാർ പറഞ്ഞ പോലെ അഥവാ ബിരിയാണി കൊടുത്താലോ എന്നുള്ള ലെവലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവരും പ്രോഗ്രാമിന് ബിരിയാണി 2000 ഉറുപ്പ്യ കിട്ടുന്ന ചിലവല്ലോ. അപ്പൊ അതേപോലെ ചുരുക്കം പറഞ്ഞാല് നമ്മൾ പറയാം, ഞങ്ങൾക്ക് 1 രൂപ അദ്ദേഹം തന്നിട്ടില്ല. ഇപ്പൊ ഇന്നലെ വിട്ട വോയിസ് ആണ് ഇപ്പൊ വിട്ടുന്നത്. എന്താ വെച്ചാൽ ഈ സ്ത്രീ, ഈ പെൺകുട്ടി, ഈ മൊത്തം സൈബർ അറ്റാക്ക് ഉണ്ടാക്കാൻ കാരണം ഈ പെൺകുട്ടി ആ ആളായിട്ട് അങ്ങനെയുള്ള പിന്നെ സംസാരങ്ങൾ നടത്തിയതിന്റെ പേരിൽ അവൻ എന്നെ ഇട്ടിട്ട് ഹരാസ് ചെയ്തത്, സൈബർ അറ്റാക്ക് ചെയ്തതിന്റെ പേരിലാണ് ഇപ്പൊ നമ്മൾ ഈ വീഡിയോ കേട്ടത്. അപ്പൊ അവളോട് പറഞ്ഞപ്പോ അവള് എന്താ പറഞ്ഞത്, ചൂടായിട്ട് ഇങ്ങോട്ട് പറയുക ചെയ്തത് എന്താ, ഇക്ക ചോദിച്ചപ്പോ നിങ്ങൾ കഷ്ടപ്പെട്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് എന്താ 25000 ഉറുപ്പ്യം കിട്ടിയില്ലേ. ആ വോയിസ് ഞങ്ങള് അങ്ങോട്ട് ഇട്ട് കൊടുത്തു, ഇതിന്റെ ഓണർക്ക് ഇട്ട് കൊടുത്തു. അപ്പൊ പ്രോഗ്രാമിന്റെ പിന്നെ നമ്മൾ ആ പ്രോഗ്രാം ചെയ്തതിന് നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് ഈ നിമിഷം വരെ ഇവരെ മനസ്സിൽ ഇതുമാണ്. ഇതിനും വേണ്ടിയിട്ട് ഇവരെ കണ്ടമാനം പല രീതിയിൽ ഇട്ടിട്ട് താങ്ങുന്നുണ്ട്. നമുക്കൊന്നുമില്ല, കാരണം നമ്മൾ ചെയ്തെങ്കിൽ തെറ്റ് ചെയ്തെങ്കിലല്ലേ നമുക്ക് അതൊരു വിഷയമാവുള്ളൂ. ഇപ്പൊ ആളുകളെയൊക്കെ ധാരണ എന്താ പറയുക, സംസാരം എന്താണെന്നറിയോ, ഇവർ ഇത്രയും പൈസകൾ പല ആളുകളിൽ നിന്ന് ഇപ്പൊ ഇന്നൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പല ആളുകളെ പറ്റിച്ചതല്ലേ, പറ്റിച്ചിട്ട് നിങ്ങൾക്ക് ആ കിട്ടിയ ക്യാഷൊക്കെ നിങ്ങൾ ഏത് ബാങ്കിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. അത് നമ്മളതിലല്ല വന്നിട്ടില്ല, ഇപ്പൊ ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇപ്പോ ഈ ഇതിനെല്ലാം കാരണക്കാരായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ പിന്നെ ഇത്ര രൂപ നമുക്ക് തന്നിക്കിടുന്നു, മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടും നമുക്ക് റിസോർട്ട് പിടിച്ചു തന്നെ ഈ സ്ത്രീ തന്നെ പിന്നെ മറ്റുള്ള, അതായത് ഞാൻ നിൽക്കുന്ന ഗ്രൂപ്പിലൊക്കെ ഇതൊക്കെ പോയി പരത്തി, ഗ്രൂപ്പിലൊക്കെ പോയിട്ടിട്ട് പല രീതിയിൽ കൂടെ പല കോലത്തിലും പോയിട്ട് ഞങ്ങൾ പൈസ മുക്കി, ഇത്ര ഉണ്ട്, ഇത്ര ഞങ്ങൾക്ക്. പുള്ളിക്കാരത്തേക്ക് പറ്റിയ ഫീൽഡ് എന്താ വെച്ചാല് പിന്നെ ശരിക്കും നല്ലത് സിനിമ ഫീൽഡാണ്, അല്ലെങ്കിൽ സീരിയൽ ഫീൽഡാണ്. എന്നുവെച്ചാല് എന്തായാലും ഒരു അവാർഡ് ഉറപ്പാണ്, ഒന്നുമില്ലെങ്കിൽ ഏഷ്യാനെറ്റുകാരെ വകയെങ്കിലും കിട്ടും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതിന് ശേഷം മറ്റുള്ളവരൊക്കെ ഇതിനിങ്ങനെ മെല്ലെ മെല്ലെ ഇറങ്ങി പോകുന്നത് എങ്ങനെ എങ്ങോട്ടേക്കാണെന്നുള്ള നമുക്കൊന്നും ഒരു പിടുത്തം കിട്ടില്ല. നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങനെ പോക്കൊടുത്തി. അപ്പോഴാണ് വേറൊരു രീതിയിൽ കൂടെ, ഒരു കോലത്തിൽ കൂടെ വേറൊരു ഗ്രൂപ്പ് ഈ സ്ത്രീ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അവർക്ക് എല്ലാവിധ സഹകരണങ്ങളും ഇത് എന്നും വർക്ക് കൊടുക്കാമെന്നും പറഞ്ഞിട്ട്, ഓർഡർ കൊടുക്കാന്നും പറഞ്ഞിട്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയോ, അത് ആരാണെന്ന് വെച്ചാല് ഇപ്പൊ അതിന്റെ ഓണറേഡ് ഞങ്ങളെ കുറിച്ചിട്ട് പൂർണ്ണമായിട്ട് തെറ്റിദ്ധരിപ്പിക്കാനാല് ആ പുള്ളിക്കാരത്തേക്ക് നിങ്ങളൊക്കെ വിചാരിച്ചതിന്റെ അപ്പുറത്ത് കേട്ടോ, പടച്ചോനെ ഇബിലീസിനെ പടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇബിലീസിന് കയ്യും കാലും വെക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ. ഇബിലീസ് ഉണ്ട്, ഇബിലീസ് മെയിൻ മൂത്ത ആളുണ്ട്, അതിന്റെ ബാക്കിലും കോടിക്കണക്കിന് ശിഷ്യന്മാരും ഉണ്ട്, അത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരു മനുഷ്യന്റെ ശരീരത്തിൽ കയറിയുള്ള അവസ്ഥ എന്തായിരിക്കും, അതിൽ പെട്ട ഒരെണ്ണാണ് അത് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താ വെച്ചാല് അത്രയും കറക്റ്റ് ആക്കിയിട്ട് പറഞ്ഞു കൊടുക്കും, 2 ടീമിനെ തമ്മിൽ തെറ്റിപ്പിക്കും ചെയ്യും, എന്നിട്ട് അതിന്റെ നടുവിൽ നിന്നിട്ട് ചോര കുടിക്കുകയും ചെയ്യും. എന്നിട്ട് ചോര കുടിക്കുന്ന സമയത്ത് പിന്നെ ആരെടുത്തുനിന്നാണോ കുടിപ്പിച്ചത് അവർക്ക് പോലും അറിയില്ല, ഇന്നെ തമ്മിൽ അടുപ്പിച്ചിട്ടാണോ, ഇനി അവര് തമ്മിൽ അടുപ്പിച്ചിട്ടാണോ ഇപ്പൊ ഈ സ്ത്രീ എന്റെ അടുത്ത് തന്നെ മേടിച്ച് കുടിക്കണം എന്നുള്ളത് തോന്നും. അങ്ങനെ ആ സ്ത്രീ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ പോയിട്ട് പിന്നെ ഇതിന്റെ ഓണറെ എത്ത് പോയിട്ട് പറഞ്ഞു, ഞങ്ങളെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ പോയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് എന്ത് ചെയ്ത് ആ ആളെ പിന്നെ അഡ്മിൻ ആക്കിക്കൊണ്ട് ഒരു ഗ്രൂപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്ത്. എന്തിന്? പ്രൊമോഷൻ ഗ്രൂപ്പ്. അത് ഏതില്? പിന്നെ പ്രൊമോഷന്റെ ഇനാഗ്രേഷൻ അവരുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരു പുതിയൊരു റിസോർട്ടൊക്കെ എടുത്ത് ഇവള് പിന്നെ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു. അതായത് കുറച്ച് നാട്ടിലെ നല്ല നമ്മളിപ്പോ ഈ കേരളത്തിലുള്ള കുറച്ച് പിന്നെ അത്യാവശ്യം സെലിബ്രിറ്റികൾ കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ നിന്ന് എന്ത് ചെയ്ത് ഇവളെ പിടിച്ചിട്ട് ഔട്ടാക്കുകയും ചെയ്ത് ഈ സ്ത്രീ പുതിയൊരു ഗ്രൂപ്പ് തുടങ്ങി. അവിടെ നമ്മളിപ്പോ ഈ 40 ആളുണ്ടല്ലോ, ഞങ്ങൾ 40 ആള് ജുമേസ് കേൾക്കാൻ പോയതൊന്നല്ല, പുള്ളി അതേ കണക്ക് വെച്ചിട്ട് 40 ആള് കൂടിയിട്ടുള്ള ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യലും, ആർക്കൊക്കെ ഇതിന്ന് പോരണമെന്നുണ്ടെങ്കിൽ പോരാ, ആരിഫ ഖാന്റെയും നാസറ ഖാന്റെയും അടിമകളായിട്ട് നിൽക്കുന്നതിന് പകരം ഞങ്ങളെ കൂടെ പോന്നാൽ ഞങ്ങൾക്ക് നിങ്ങൾ വയറ് നിറയെ നിങ്ങൾക്ക് ബിരിയാണി തരാം, ദിവസം വർക്കും തരാമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പിടിച്ചോണ്ടായി. നമ്മൾ പങ്കാളികളെ പണിക്കൊണ്ടോണ പോലെ ഇവിടുന്ന് പിടിച്ചോണ്ടായിട്ട് അവിടെ കൊണ്ടുപോയിട്ട്. പക്ഷെ നമ്മളൊരു ഡിമാൻഡ് വെച്ചിരുന്നത് ഇതിൽ നിൽക്കുന്ന ആൾക്കാര് ഇതോടുകൂടെ വേറെ വർക്ക് പോകരുതെന്നല്ല വന്നത്, ഈ പേരോടുകൂടെ വേറെ നിങ്ങൾ ചെയ്യുമ്പോൾ ആ രീതിക്കനുസരിച്ച് ചെയ്യണം എന്നുള്ള ഡിമാൻഡ് നമ്മൾ വെച്ചിരുന്നു. അത് തെറ്റിദ്ധരിച്ചിട്ട് പിന്നെ ഞങ്ങള് ഇതില്
കുറെ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ട് പ്രോഗ്രാമിന് എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ഇതിൽ വർക്ക് ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചിട്ടാണ്. ഓരോ ദിവസം ഓരോ വർക്ക് ഓരോരുത്തർക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവരുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ ആ മീറ്റിംഗിന്റെ ഇടയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്താ വെച്ചാൽ ഇതിൽ എല്ലാവർക്കും വർക്ക് ഉണ്ട്, എന്നാൽ ഇതിലെല്ലാവരും ജോലിക്കാരാണ്, ഇതിന് മുതലാളിയില്ല, ഇതിന് വെറും എല്ലാവരും നമ്മളെല്ലാവരും തൊഴിലാളികൾ മാത്രമേ. നമ്മളെല്ലാവരും പണിയെടുക്കണം, എല്ലാവരും ഒരേപോലെ കൂലി കൊടുക്കണം. അതിൽ എക്സ്ട്രാ കൂലി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വർക്ക് പിടിക്കണം. അപ്പൊ നിങ്ങൾക്ക് എക്സ്ട്രാ കൂലി കിട്ടും. പക്ഷെ ഇതിൽ എല്ലാവരും ക്യാൻവാസിന് ഇറങ്ങണം. ഒരു ദിവസം മൂന്നാള് വെച്ചിട്ട് വർക്കിന് ഇറങ്ങണം. വർക്ക് ആഴ്ചയിൽ 3 ദിവസം വെച്ചിട്ട് വർക്കിന് ഇറങ്ങണം. അങ്ങനെ വർക്കിന് ഇറങ്ങിക്കഴിഞ്ഞാൽ വർക്ക് കിട്ടും. വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് അവർ എത്ര ആളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ആളെ കൂട്ടുപിടിക്കുക, നമ്മൾ പ്രോഗ്രാമിന് പോകുക, നമ്മൾ പ്രോഗ്രാം ചെയ്യുക, അവരിന്ന് ക്യാഷ് മേടിക്കുക ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പൊ അങ്ങനെ ഇതിൽ വെറുതെ നിന്നിട്ട് അത് കിട്ടി, വെറുതെ നിന്നിട്ട് പിന്നെ ഇതിൽ വെറും ശമ്പളം കൊടുക്കൽ മാത്രമേ ഉള്ളൂ, പണി ചെറിയൊരു പണി മാത്രമേ ഉള്ളൂ. മുതലാളിമാരായി നിൽക്കാന്നുള്ള ലെവലിൽ വന്ന ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവരെന്ത് ചെയ്തു, വെയിലത്ത് ഇറക്കാൻ പറ്റൂല, കുട്ടിക്കാരി പിന്നെ വർക്കിന് പോരുമ്പോൾ കുട്ടിക്കാരിയില്ല, അല്ലെങ്കിൽ പിന്നെ പുറത്ത് പോകുമ്പോൾ ഓരോ കുട്ടിക്കാരി, പിന്നെ അങ്ങനെയുള്ള പല കാരണങ്ങളും പറഞ്ഞിട്ട് അവര് ഇത് വന്ന് ഒഴിവാക്കാൻ നോക്കി. അപ്പോഴാണ് അവിടെ അടിപൊളി ഓഫർ, വള്ള നിറയെ ബിരിയാണിയും. ഞങ്ങൾ ഇത് പറഞ്ഞ ഇത് കൊണ്ടുവന്നത് എന്തിനാ വെച്ചാല് പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ക്ലാരിറ്റി പറഞ്ഞു വരുമ്പോ ഇഷ്ടം പോലെ പറയണ്ടേ, അതുകൊണ്ടൊന്നും ഇവിടെ അവസാനിക്കൊന്നുമില്ല. അഥവാ ഇനി ഇതിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങളായിട്ട് കമന്റ് വരികയാണെങ്കിൽ ഞങ്ങൾ വിടൂല, തീർച്ചയായിട്ടും ഞങ്ങൾ നല്ലോണം പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതല്ല ഇത് മനസ്സിലാക്കാൻ ഞാനിപ്പോ വേറൊരു വീഡിയോ ചെയ്തിട്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ട് ഇരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ഈ കമന്റ് വായിച്ചതുകൊണ്ട് അതിന്റെ ഒരു ക്ലാരിറ്റി വരുത്തണം എന്ന് കരുതിയിട്ടാണ് ഞാൻ അതിൽ ഞങ്ങൾ സംസാരിച്ച രീതിയിൽ നിന്ന് മാറ്റം വരുത്തിയിട്ട് സംസാരിച്ചിട്ടുള്ളത്. അപ്പോ വേറൊന്നും ഇതാവണ്ട, ഇത് ക്ലാരിറ്റി വരുത്താനാണ്. ഇത് ഞങ്ങൾ നിങ്ങളായിട്ട് യാതൊരു വൈരാഗ്യമല്ല, ഒരു ദേഷ്യമല്ല, ഞങ്ങൾക്ക് തെറ്റിദ്ധാരണകൾ ഞങ്ങളുടെ അടുത്തുനിന്ന് ഒഴിവാക്കുക എന്നുള്ളതുള്ളൂ. അപ്പോ ഇൻഷാ അല്ലാഹ് ഇപ്പോഴും ഇത് പാടി നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ സംഭവം ആ സംഭവങ്ങൾ കേൾക്കുമ്പോൾ ആൾക്കാർ കേൾക്കും ഒരുപാട് പറ്റിച്ച പൈസ ഏത് ബാങ്കിൽ കൊണ്ടിട്ട് എന്നിട്ട് പിന്നെയും പറ്റിക്കാൻ വന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംസാരം അവിടെ വരുമ്പോൾ ഇത് കമന്റ് കൂടെ ഒരുപാട് മറുപടി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതിനാണ് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സത്യസന്ധമായിട്ട് ഞങ്ങൾ പറയാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഞാൻ ഓഡിയൻസിനോട്, നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട്, നമ്മളെ വ്യൂവേഴ്സിനോടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് കേട്ടോ. മറ്റുള്ളത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുള്ളൂ, ഒരുപാട് മനസ്സിലായിട്ടില്ലെങ്കിലും. എന്നാലും ഞങ്ങളെ വിശ്വസിക്കുക, ഞങ്ങൾ ഒരാളത് പറ്റിച്ചിട്ടില്ല, ഇനി പറ്റിക്കൂല്ല, പറ്റിക്കാതിരിക്കാൻ. ഇപ്പോ നിങ്ങളെ മുന്നിൽ തന്നെ ഒരു അപേക്ഷ കൊണ്ട് ഞങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് വേറെ ഞങ്ങളെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളതിനെ അത്രയും കുടുങ്ങിയതുകൊണ്ടാണ് നമ്മൾ നിങ്ങളെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അതും നിങ്ങളുടെ കാരുണ്യം കിട്ടിയാൽ നടക്കും, ഇല്ലേ അത് പോകും ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, നിങ്ങൾ തന്നാലല്ലേ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതും അതും നമ്മൾ കൂട്ടി കാണരുത്. ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോസുമായി വരാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.